So, good evening, all. Welcome to IFR Education. Welcome to IFR Research Connect. Okay, webinar on PhD, doing PhD and other things. Okay, so once again, welcome. സോ നമ്മൾ ഇന്നത്തെ വെബിനാറിൽ നിങ്ങൾ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും, മെസ്സേജുകൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് സ്റ്റുഡൻസ് നെറ്റ് ക്വാളിഫൈ ചെയ്ത, ഇപ്രാവശ്യം നമുക്കറിയാം റീസെൻ്റ് ആയിട്ടുള്ള PhD ക്വാളിഫൈ ചെയ്ത, PhD അഡ്മിഷൻ ക്വാളിഫൈ ചെയ്ത, JRF ക്വാളിഫൈ ചെയ്ത, JRF ഹോൾഡേഴ്സ് ആയിട്ടൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. സോ ബേസിക്കലി അവരിൽ പലർക്കും വാട്ട് നെക്സ്റ്റ്, ഓക്കെ, എന്താണ് അടുത്തത്, ഇതിന് ശേഷം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു 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 ക്ലാരിറ്റി കുറവുണ്ട്. ഓക്കെ, ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പം അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഐഫർ റിസർച്ച് കണക്ട് എന്നുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളുടെ ഒരു PhD അഡ്മിഷൻ എന്നുള്ളതിനേക്കാളേറെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഐഫറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു, ഓൾമോസ്റ്റ് അറിയാവുന്നതായിരിക്കും. ഹയർ എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ UGC നെറ്റ് JRF റിസൾട്ട് കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ട് നെക്സ്റ്റ്, ഓക്കെ, ഇതിന് ശേഷം ഒരു ഇമ്പാക്റ്റ് ലെവലിലേക്ക് എങ്ങനെയാണ്, എന്താണ് കൊണ്ടുവരാൻ പറ്റും. ഇമ്പാക്റ്റ് ലെവലിലേക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നു, അതുപോലെ തന്നെ JRF ക്വാളിഫൈ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണ്. പക്ഷേ അതിനുശേഷം PhDക്ക് ജോയിൻ ചെയ്യുന്നു, PhD ക്വാളിഫൈ ചെയ്യുന്നു, PhD ക്വാളിഫൈ ചെയ്തതിന് ശേഷം നല്ല ജോലിയിലേക്ക് കയറുന്നു. ഓക്കെ, PhD കംപ്ലീറ്റ് ആക്കുന്നു, നല്ല ജോലി ലഭിക്കുന്നു. അവിടെയാണ് നമ്മളെ സൈക്കിള് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, നമ്മളെ ഇമ്പാക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി നമ്മളെ ജേർണിയിലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് തന്നെയാണ് ബേസിക്കലി PhD അഡ്മിഷൻ എന്ന് പറയുന്നത്, PhD എന്ന് പറയുന്നത്. ബട്ട് ടുവാർഡ്സ് എ എൻഡ്, ടുവാർഡ്സ് എ ഇമ്പാക്ട് ക്രിയേറ്റിംഗ് എൻഡ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ള ഒരു ലെവലിലേക്കാണ് ഐഫറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ. ഇപ്പോൾ ഐഫർ പല പ്രൊജക്റ്റുകളും തുടങ്ങുന്നത്, പല പ്രൊജക്റ്റുകളും ഇമ്പാക്ട് ഇൻ ദ സെൻസ് ജോലിയിലേക്ക് എത്തുന്നു. ഓക്കെ, വാട്ട് ഈസ് അൾട്ടിമേറ്റ് എയിം ഓഫ് ദിസ് എന്നുള്ള ലെവലിലേക്ക് ഇവൻ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ചർച്ചകൾ, ഇതിൻ്റെ ആസ്പെക്റ്റുകൾ, ഇത് പ്രോഗ്രാമും നമ്മൾ ഫോമുലേറ്റ് ചെയ്തിട്ടുള്ളത് പോലും ഓക്കെ ഒരുപാട് കുട്ടികളോട് സർവേ ഒക്കെ നടത്തി കൺസേൺസ്, കൺഫ്യൂഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ റിസർച്ച് കണക്ട് എന്നുള്ള ഇഫിൻ്റെ ഈ ഒരു കമ്മ്യൂണിറ്റി, ഈ ഒരു പ്രോഗ്രാം ഓക്കെ നമ്മൾ ഫോമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഉദ്ദേശം എത്രയാണ്, PhDയുമായി ബന്ധപ്പെട്ട് PhD അഡ്മിഷന് മുമ്പുള്ള നിങ്ങളുടെ കൺഫ്യൂഷനുകളെല്ലാം തീർത്ത് തരിക, അതുപോലെ തന്നെ PhD ജേണിയിലുള്ള കൺഫ്യൂഷൻസ് തീർക്കാനുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കുക. മൂന്നാമത്തേതായിട്ട് ഓക്കെ ഒരു പോസ്റ്റ് PhD ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമ്പാക്ട് ക്രിയേഷൻ ലെവലിലേക്കുള്ളത് വരെ ഒരു ഐഫറിൻ്റെ ഒരു നെറ്റ്വർക്കിങ്ങും സിസ്റ്റവും കാര്യങ്ങളും വെച്ചിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഐഫറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ സ്ഥലങ്ങളിലും ഐഫറൈറ്റ്സ് PhD ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, ഫ്രം ദ JNU ടു ദ കേരള യൂണിവേഴ്സിറ്റി. ഓക്കെ, നമ്മൾ രണ്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാശ്മീർ യൂണിവേഴ്സിറ്റി ടു ദ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയാം അല്ലേ. ഓക്കെ, ഒരു എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഐഫറൈറ്റ്സ് PhD ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക, ആ കമ്മ്യൂണിറ്റി കണക്ഷൻ ഉണ്ടാക്കി തരിക. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ട് ഫ്രം ദ ബേസിക് ആസ്പെക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഇൻ ദ എൻഡ് എവിടെ നിന്നാണോ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത് അത് ഇൻ ദ എൻഡ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വരെ ഓക്കെ ഇതുമായിട്ട് ഓക്കെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന വാട്ട് വി കൻ സേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇന്ന് എന്താണ് ഈ പ്രൊജക്റ്റ്, അല്ലെങ്കിൽ എന്താണ് PhD അഡ്മിഷൻ്റെ അടുത്ത ഫേസ്, എന്താണ് ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ ആസ്പെക്റ്റിലേക്ക് വരുന്നത് ഓക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ വാട്ട് വി കൻ സേ നിങ്ങളോട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഓക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സംശയങ്ങൾ ചോദിക്കാം, കാര്യങ്ങൾ ചോദിക്കാം. അതിൻ്റെ ഇടയിൽ അതായത് നമ്മൾ ഇന്നുള്ള നെക്സ്റ്റ് അറൗണ്ട് 1 അവറിൽ ഓക്കെ അറൗണ്ട് 1 അവറിൽ വിൽ ട്രൈ ടു കവർ ഓക്കെ പറ്റാവുന്നത്ര ഓക്കെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഓക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട്
ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫറിൻ്റെ തന്നെ റിസർച്ച് കണക്റ്റിൻ്റെ ഒക്കെ അക്കാഡമിക് ഹെഡൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഫസ്ലുർ റഹ്മാനാണ്. ഓക്കെ, ഫസ്ലുർ റഹ്മാനെ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, 4 വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യരാണ്. ഓക്കെ, 4 വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ JRF. അതുപോലെ തന്നെ ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാസർഗോഡിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി, കാരണം PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് നിങ്ങളെ കൂടുതലായിട്ട് ഗൈഡൻസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പം PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫസ്ലുർ റഹ്മാൻ ആയിരിക്കും ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ സംശയങ്ങൾ തീർക്കുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോഴും PhDക്ക് ജോയിൻ ചെയ്തതിന് ശേഷം JRF ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വിച്ച് മീൻസ് ഇൻ ടു ദ സ്റ്റഡി ഫീൽഡ്, ലേണിംഗ് ഫീൽഡ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഫസ്ലുർ റഹ്മാൻ, വാട്ട് നെക്സ്റ്റ്? PhDയുമായി ബന്ധപ്പെട്ട് അടുത്തത് എന്താണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? റിസർച്ച് കണക്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു കണ്ടിന്യൂയിങ് പ്രോസസ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു വെബിനാർ എന്നുള്ളതിനപ്പുറത്തേക്ക് വെബിനാറുകൾ, പ്രോഗ്രാമുകൾ, വീക്ക്ലി മീറ്റിംഗ്സ് അല്ലെങ്കിൽ സെഷനുകൾ, ഒരു പ്രൊജക്റ്റുകൾ, അതും വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലെ PhD സ്കോളേഴ്സിൻ്റെ കണക്ഷൻ ഉണ്ടാക്കിയിട്ട് വാട്ട് വി കൻ സേ നെറ്റ്വർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ലെവൽ ഓഫ് ആസ്പെക്റ്റിലേക്കാണ് നമ്മൾ റിസർച്ച് കണക്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. കുറച്ച് കാലങ്ങളായിട്ട് ആലോചിച്ച് സർവേകൾ നടത്തി, കുട്ടികളുടെ ചോദ്യങ്ങൾ കിട്ടി, അത് അസസ് ചെയ്ത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്ലുർ റഹ്മാൻ, വാട്ട് നെക്സ്റ്റ്? എന്തൊക്കെയാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ, എന്തൊക്കെയാണ് PhDയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്, അതുമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റുകൾ ഫസ്ലുർ റഹ്മാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ചോദിക്കാം. ആ ഒരു ഫ്ലോക്ക് അനുസരിച്ച് ഫസൽ അതിൻ്റെ ക്ലാരിറ്റി ഫസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ടുവാർഡ്സ് ദ എൻഡ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ തന്നെ ഒരു ക്ലാരിറ്റി തരുന്നതായിരിക്കും. സോ ഫസ്ലു, യു ക്യാൻ ഓക്കെ. And I hope Faslu is here. Just a minute, Faslu will be here. ഫസ്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമല്ലോ അല്ലേ? വീഡിയോയും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? വീഡിയോ ഓൺ ആക്കിയിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യാം. Just a minute. Yeah. Just a minute. Yeah. ഹലോ നിസ്ക, ഓഡിബിൾ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഇപ്പോൾ ഓഡിബിൾ ആണ്. സ്റ്റാർട്ടിങ് ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഓഡിബിൾ ആണ്. ഓക്കെ, താങ്ക് യു നിസ്ക. ഗുഡ് ഈവനിങ്. ഒരു ഡിലേ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതത് സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടട്ടോ. ഒരു സെഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. ഫസ്റ്റിലും അതിൻ്റെ ഒരു ഗ്യാപ്പിനനുസരിച്ച് ഡൗട്ട് തീർക്കുന്നതായിരിക്കും. അറൗണ്ട് 45 1 അവറൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വിൽ പിന്നെ വളരെ ചില ടോപ്പിക്കുകൾ ഇൻഡെപ്ത് ഡൗട്ടിലേക്ക് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. ആൻഡ് ഡെഫിനറ്റ്ലി വിൽ ബി ഹാവിംഗ് മോർ ഡിസ്കഷൻ ആൻഡ് അതർ തിങ്സ്. ദിസ് വിൽ ബി ജസ്റ്റ് ദ ബിഗിനിങ്.
സ്ലൈഡ് ഓക്കെയാണ് ഫസ്ലോ, സ്ലൈഡ് കാണുന്നുണ്ട്. ഓക്കെ, വിസിബിൾ ആണല്ലോ. വിസിബിളാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ സെഷനോട് ഉദ്ദേശിക്കുന്നത് ബിഗിനിങ് ദ പി എച്ച് ഡി ജേണി. ഒരു പി എച്ച് ഡി ജേണി എങ്ങനെയാണ്, എന്താണ് അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്, എങ്ങനെയാണ് നമ്മൾ ഒരു പി എച്ച് ഡി ജേണി ബിഗിൻ ചെയ്യുന്നു, പി എച്ച് ഡി എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഐഫ് റിസർച്ച് കണക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിന് പിന്നെ ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാണ് ഞാൻ ഒരു സെൽഫ് ഇൻട്രോ പറയാം. എന്റെ പേര് ഫസ്ലുർ റഹ്മാൻ എന്നാണ്. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ റിസർച്ച് സ്കോളർ ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം സ്റ്റഡീസിൽ. സോ നിങ്ങളൊക്കെ ഡെയിലി ലൈഫിൽ ഒരുപാട് കേട്ടിട്ടുള്ള വാക്കാണ് ഈ പി എച്ച് ഡി അല്ലെങ്കിൽ റിസർച്ച് എന്നൊക്കെ പറയുന്നത്. എന്താണ് ഈ പി എച്ച് ഡി അല്ലെങ്കിൽ റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള വാക്കാണ് പി എച്ച് ഡി അല്ലെങ്കിൽ റിസർച്ച് എന്നൊക്കെ പറയുന്നത്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഒന്ന് കമന്റ് ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിക്കൽസ്. ഐസിറ്റി പറയുന്നത് സ്റ്റഡി അബൌട്ട് ആൻ ഏരിയ ഇൻ പർട്ടിക്കുലർ സബ്ജക്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ടു ഫൈൻഡ് സംതിങ് ന്യൂ എന്നൊക്കെ നമ്മൾ യു ജി സി നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ് ഈ വാക്ക് റിസർച്ച് എന്ന് പറയുന്നത്. പുതിയതായി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെ കുറിച്ച് ഒരു ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് റിസർച്ച് എന്നൊക്കെയുള്ള നമ്മൾ തിയററ്റിക്കലി ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്, ഓൾറെഡി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ എന്താ പി എച്ച് ഡി? പി എച്ച് ഡി എന്നുള്ളത് ഒരു ഡിഗ്രിയാണ്. റിസർച്ച് എന്നുള്ളത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. അത് കറക്റ്റ്. അതായത് ഈ ഒരു ഒറിജിനൽ ഇൻഡെപ്ത് റിസർച്ച് ചെയ്യുന്ന ആൾക്ക് അവാർഡ് ചെയ്യുന്ന ഒരു ഹയസ്റ്റ് അക്കാഡമിക് ഡിഗ്രിയാണ് പി എച്ച് ഡി എന്നുള്ളത്, ഡോക്ടറൽ ഡിഗ്രി എന്നുള്ളത്, ഫോർമൽ ഡിഗ്രി പ്രോഗ്രാം. ഡിഗ്രി നമ്മൾ ആ ഒരു റിസർച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അവാർഡ് ചെയ്യുന്ന ഡിഗ്രിക്ക് നമ്മൾ പറയുന്ന പേരാണ് പി എച്ച് ഡി. എന്താണ് ഈ പി എച്ച് ഡിയുടെ ഫുൾ ഫോം? പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ വട്ടം കേട്ടിട്ടുള്ള വാക്കാണെങ്കിലും നമ്മൾ അതിന്റെ ഫുൾ ഫോം എന്താണ്? അബ്രീവിയേഷൻ പി എച്ച് ഡി എന്ന് പറയുന്നത് റെക്കഗ്നിഷന് പറയുന്ന പേരാണ് പി എച്ച് ഡി എന്നുള്ളത്. വാട്ട് ഈസ് ദ അബ്രീവിയേഷൻ ഓഫ് പി എച്ച് ഡി? വോയിസ് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? അതിന്റെ ഇടയിൽ കോൾ വന്നതായിരുന്നു. ഡോക്ടർ ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നുള്ളതാണ്. ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നുള്ളതാണ് പി എച്ച് ഡി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നുള്ളതാണ്. അതായത് ഏറ്റവും ആ ഒരു നോളേജിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ലെവൽ ഓഫ് നോളേജ് ആൻഡ് വിസ്ഡം, ആ ഏറ്റവും ടോപ്പ് ലെവൽ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഏത് ഫീൽഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവല് നമ്മൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു റെക്കഗ്നിഷൻ നമ്മൾ പറയുന്ന പേരാണ് പി എച്ച് ഡി എന്നുള്ളത്. അതാണ് ബേസിക്കലി പി എച്ച് ഡി എന്നുള്ള അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്.
വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ റിസർച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? ഫസ്റ്റ് ലോ ഞാൻ ഇതിനകത്തൊരു പോൾ ജസ്റ്റ് മിനിറ്റ് സോറി, ഫസ്റ്റ് ലോ ചെറിയൊരു വോയിസ് ബ്രേക്ക് ഉണ്ട്. ഓപ്ഷൻ എന്നുള്ളത് comment ചെയ്യോ? എന്താണ് ജസ്റ്റ് മിനിറ്റ്, ജസ്റ്റ് മിനിറ്റ് ഓൺ. Give a minute. നല്ലൊരു വോയിസ് ബ്രേക്ക് ഉണ്ട്. നല്ലോണ്ട് ഉണ്ട്. മൊബൈലിൽ നിന്നാണോ? മൊബൈൽ അവിടെ അങ്ങനെ ഈ ക്ലാസ്സിൽ ജസ്റ്റ് മിനിറ്റ് ഓൾ, ജസ്റ്റ് മിനിറ്റ്. നോർമലി വർക്ക് ചെയ്യുന്നതായിരുന്നു. വിൽ റിസോൾവ്. ഓക്കെ. ഹലോ, ഇപ്പൊ ഓഡിബിൾ ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ ഇപ്പോഴും? ഇപ്പൊ പറയുമ്പോ ഇപ്പൊ ഓഡിബിൾ അല്ല. വി വിൽ സി. ഓക്കെ. നേരത്തെ ചില സമയത്ത് പറയുമ്പോ ഓക്കെ ആയിരുന്നു, ബട്ട് ഇൻ ബിറ്റ്വീൻ ഒരു ബ്രേക്ക് വരുന്നതാണ്. വി വിൽ സി ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ വിൽ സി. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കഷനിലേക്ക് തിരിച്ചു വരാം. എന്ത് കാരണങ്ങൾ First low we have. Hello all, very sorry. Give me a few seconds. First Lou is checking an alternate connection. Okay. Just a minute, just a minute. Sorry for the trouble. ഹലോ? Yes. ഇപ്പൊ ഇഷ്യൂ ഉണ്ടോ? ഇപ്പം ഇഷ്യൂ ഉണ്ടോ? ഇപ്പൊ പ്രശ്നമല്ല. വിൽ സി. എപ്പോഴും ഇപ്പൊ ഇഷ്യൂ ഉണ്ടോ ചോദിക്കുമ്പോൾ ഇഷ്യൂ ഉണ്ടാവാറില്ല. പിന്നെ ബാക്കിയാണ് ഇഷ്യൂ അല്ലേ? ബാക്കിയാണ് ഇഷ്യൂ. ഓക്കെ, ഒന്ന് നോക്കൂ. വൈഫൈക്ക് ഒന്ന് മാറി നോക്കിയോ? വൈഫൈ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കാം. റെഡി ആയ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് പി എച്ച് ഡി എന്നുള്ളതാണ്. എന്താണ് പി എച്ച് ഡി ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ആവുന്നത്. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. പ്രശ്നമുണ്ടോ? വോയിസിന് ഇപ്പൊ ഓക്കെ ആണോ? ഇല്ല, പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ മിസ് അടിക്കാം. നിങ്ങൾ സംസാരിച്ചോളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ മിസ് അടിക്കാം. ഓക്കെ, സോ പാർട്ടിസിപ്പൻസിനോട് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിക്കുകയാണ്, എന്തൊക്കെ റീസൺസ് ആണ് അതിനകത്തുള്ളത്? എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ റിസർച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് ഒന്ന് മെസ്സേജ് ആയിട്ട് ഇടാവോ?
നമ്പർ ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ റീസൺസ് ആണ്. ഇനി ഇതിനകത്ത് ഇല്ലാത്ത വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാട്ടോ. ഓക്കെ, പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓർ പാഷൻ ഫോർ നോളേജ്, ന്യൂ നോളേജ്, പേഴ്സണൽ ഇൻട്രസ്റ്റ്, ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ കൊണ്ട്, ഇന്ന കാരണങ്ങൾ കൊണ്ട്. ചിലവർ എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ, കൂടുതൽ ഇത് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ PhD ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. നെയിമിന് മുന്നിൽ ഡോക്ടർ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. ഓക്കെ, അപ്പൊ പല ആൾക്കാർക്കും ഇതിനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളായിരിക്കാം. പല JRF ക്ലെയിം ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ചില ആൾക്കാരുടെ മെയിൻ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ JRF എന്തായാലും കിട്ടി, സോ ആ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ PhD ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇങ്ങനെ പല പല റീസൺസ് കാരണം നമ്മൾ PhD ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇനി ഇതിലേക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് ചെറുതായി ഒരു ചെറിയൊരു പോളും കൂടി ഉണ്ട്. ഈ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരു PhD ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു ഫീലിങ്സ് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ അതിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത്? ഇതും കൂടി ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് മെസ്സേജിൽ ഒന്ന് ടൈപ്പ് ചെയ്യാവോ? എന്താണ് നിങ്ങളുടെ ഫീൽ? എല്ലാ ഫീലിങ്സ് ഉള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അറ്റ് എ ടൈം തന്നെ ക്യൂരിയസ് ആണ്, അതുപോലെ തന്നെ എക്സൈറ്റഡ് ആണ്, ബട്ട് കൺഫ്യൂസ്ഡ് ആണ്. സോ ഏതൊരാൾ ഒരു PhD ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഈ ഇതിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. മൾട്ടിപ്പിൾ ഫീലിങ്സ് അവർക്ക് ഉണ്ടാവും. ചില സമയത്ത് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കണം, PhD ചെയ്യണം, ഭയങ്കര എക്സൈറ്റഡ് ആണ്, മോട്ടിവേറ്റഡ് ആയിരിക്കും. അതേ സമയത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തതിന്റെ പുറത്ത് നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും, ചിലപ്പോൾ നെർവസ് ആയിരിക്കും. സോ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഏതൊരു റിസർച്ച് സ്കോളറും എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യമാണത്. ആ ഒരു കാര്യത്തിലേക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ചെറിയൊരു ക്വിസ് പോലെ, കുറച്ച് വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള കുറച്ച് റിസർച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വിസ് പോലെയാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻ നോക്കൂ, ആരായിരിക്കും ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യോ? ഓൺലി പേഴ്സൺ ഇൻ ഹിസ്റ്ററി ടു വിൻ നോബൽ പ്രൈസസ് ഇൻ ടു ഡിഫറെന്റ് സയൻസ്. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സയൻസിൽ നോബൽ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ള ആരാണ് എന്നാണ് ചോദ്യം. ജസ്റ്റ് റിസർച്ച്, വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് റിസർച്ചറിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ക്വിസ് പോലെയാണ്. ജസ്റ്റ് 5 മിനിറ്റ്സ് മാത്രമേ എടുക്കുള്ളൂ. മേരി ക്യൂറി എന്നുള്ളതാണ്. കുറെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രിയിലും നോബൽ പ്രൈസ് മേടിച്ചിട്ടുള്ള, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ നോബൽ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ള, ഫസ്റ്റ് നോബൽ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ള വുമൺ ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് മേരി ക്യൂറി എന്നുള്ളത്. അടുത്തൊരു ഫേമസ് പേഴ്സണാലിറ്റിയാണ്. ആരാണ് ഈ പേഴ്സണാലിറ്റി? ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന, സ്കൂളിൽ നിന്ന് 2 വട്ടം പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിക് ജീനിയസ് ആണ്. കറക്റ്റ് ആണ്. നോം ചോംസ്കി ആണ്. നോം ചോംസ്കി എന്നുള്ളതാണ് UGC നെറ്റ് എക്സാമിന് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ, കമ്മ്യൂണിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് നോം ചോംസ്കി എന്നുള്ളത്. സോ ആ ഒരു ഫേമസ് ആയിട്ടുള്ള റിസർച്ചർ എന്നുള്ളത് നോം ചോംസ്കി ആണ്. നെക്സ്റ്റ് വൺ, 2019 നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള ഇതാരാണ്? ഈ റിസർച്ചർ വൺ ഓഫ് ദി ടോപ്പ് എക്കണോമിക്സ്, എക്കണോമിക്സ് ഉള്ള ആൾക്കാരൊക്കെ അറിയേണ്ടതാണ്. പ്രധാനമായിട്ടും പോവർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡികൾ നടത്തിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നോബൽ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ള, ഏർലി മോർണിംഗ് ടൈമിൽ വർക്ക് ചെയ്യുകയും ആ ഏർലി മോർണിംഗ് ടൈം 4 AM 5 AM എന്നുള്ള പീരീഡിൽ ഇതേപോലെ തന്നെ നോട്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്ന
റിസർച്ചർ. യാ ഷഹാന ഷാന ഷാന പറഞ്ഞത് കറക്റ്റ് ആണ്. അഭിജിത്ത് ബാനർജി ആണ്. അഭിജിത്ത് ബാനർജി എന്നുള്ള റിസർച്ചറിനെയാണ് പറഞ്ഞിട്ടുള്ളത്. MIT പ്രൊഫസർ ആയിട്ടുള്ള, അറിയാലോ, JNUലൊക്കെയാണ് അഭിജിത്ത് ബാനർജി പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. നമ്മുടെ സ്വന്തം മലയാളി ആയിട്ടുള്ള ടെസ്സി തോമസ് ആണ്. ദെൻ നെക്സ്റ്റ്, വൺ ഓഫ് ദ ടോപ്പ് AI റിസർച്ചർ ടെസ്സി തോമസ് എന്നാണ്. വൺ ഓഫ് ദ ടോപ്പ് AI റിസർച്ചർ ഇൻ ദ വേൾഡ്. റിസർച്ചർ, എനിവൺ, എനി ഐഡിയ? ഫെഫേലി കറക്റ്റ് ആണത്. നിശാന പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആണ്. ഫെഫേലി ആണത്. നെക്സ്റ്റ്, ലാസ്റ്റ് റിസർച്ചർ, വേൾഡ് വൈഡ് വെബ് ഒക്കെ ഇൻവെന്റ് ചെയ്തിട്ടുള്ള റിസർച്ചർ ഓർ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ്. വളരെ, നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിലും നെറ്റിനൊക്കെ പഠിക്കുന്ന ആൾക്കാർ എന്തായാലും കേട്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പേരാണിത്. ടിം ബേൺസ്-ലീ ആണ് WWW, അതുപോലെ തന്നെ HTTP, HTML, URL സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിലെ റിസർച്ചർ ആയിരുന്നു. ആ വെബ്സൈറ്റ്, ടിം ബേൺസ്-ലീയുടെ വെബ്സൈറ്റ് ഇപ്പോഴും ആക്റ്റീവ് ആണ് കേട്ടോ. ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമ്മൾ ജസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേൾഡിനോടുള്ള കുറച്ച് റിസർച്ചേഴ്സിന്റെ അറിയാൻ വേണ്ടി എന്നുള്ളതാണ്. ഇനി നമ്മൾ നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് ഇടാം, ഈ PhD ജേർണി എന്നുള്ളത്. ഓക്കെ, PhD ജേർണിനെ കുറിച്ച് ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്നാൽ അതൊരു സ്ട്രേറ്റ്, നോട്ട് എ സ്ട്രേറ്റ് റോഡ്. ഇറ്റ്സ് എ റോളർ കോസ്റ്റർ ഓഫ് ലേണിംഗ്, ഗ്രോത്ത്, കൺഫ്യൂഷൻ, ബ്രേക്ക് ത്രൂ, സെറ്റ് ബാക്സ് ആൻഡ് മൈൽ സ്റ്റോൺസ്. അതൊരു ബേസിക്കലി ഒരു റോളർ കോസ്റ്റർ റൈഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പല പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു റോളർ കോസ്റ്റർ റൈഡ് ആണ് PhD ജേർണി എന്നുള്ളത്. ഒരിക്കലും അതൊരു സ്ട്രേറ്റ് റോഡ് അല്ല എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ റിസർച്ച് ജേർണിയിൽ നിങ്ങളിപ്പോ ഏതൊരു ഫേസിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഓൾറെഡി PhD അഡ്മിഷൻ എടുത്തോ അതോ റിസർച്ച് ആസ്പിരന്റ് ആണോ? ഇതിൽ ഏത് സ്റ്റേജിലാണ്? റിസർച്ച് ആസ്പിരന്റ് ആണോ? കോഴ്സ് വർക്കിന്റെ സ്റ്റേജിൽ, പ്രപ്പോസലിന്റെ സ്റ്റേജിൽ, ഡാറ്റ കളക്ഷന്റെ സ്റ്റേജിൽ, റൈറ്റിംഗ്, അനാലിസിസ് ഓർ സബ്മിഷൻ ആണോ? ഇനി അതെല്ലാം ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ളവരാണോ? ഫ്രാൻസിസ് റൈറ്റിംഗ് സ്റ്റേജിലാണ്. മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ഈ റിസർച്ച് ആസ്പിരന്റ് എന്നുള്ള, റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, റിസർച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമന്റ് ബോക്സിൽ അങ്ങനെയാണ്. റിസർച്ച് ആസ്പിരന്റ്, മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും PhD ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ ആ ഒരു ഫേസിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ബേസിക്കലി ഈ ഒരു PhD ജേർണി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓർ ഡിസിഷൻ ടു പെർസ്യൂ എ PhD എന്നുള്ളതാണ്. നമ്മൾ PhD ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന, നമ്മൾ PhD ചെയ്യണം എന്ന ഡിസിഷൻ എടുക്കുന്ന ആ ഒരു മൊമെന്റ് ആണ് ഈ ബേസിക്കലി ഈ ഒരു PhD ജേർണിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു ഫേസിലുള്ള ആൾക്കാരാണ് മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ. അതിന് പല റീസൺസ് ഉണ്ടാവും നമ്മൾ എന്തിന് PhD സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. നേരത്തെ നിങ്ങൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ പറഞ്ഞു. മോട്ടിവേഷൻ ഫാക്ടേഴ്സ്, കരിയർ, പേഴ്സണൽ ഡെവലപ്മെന്റ്, കരിയർ ഗ്രോത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ആ ഒരു PhD ജേർണി സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. സോ ആ ഒരു സ്റ്റേജ് ആണ് ഏതൊരു PhD ജേർണി. എനി സ്ട്രീം, നിങ്ങൾ ഏതൊരു സ്ട്രീമിലാണ് നിന്നത്, സയൻസ് ആവട്ടെ, സോഷ്യൽ സയൻസ് ആവട്ടെ, ലാംഗ്വേജ് ആവട്ടെ, ഏതൊരു സ്ട്രീമിൽ PhD ചെയ്യുന്നതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് PhD സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ആ ഡിസിഷൻ എടുക്കാൻ പല കാരണങ്ങളുണ്ടാവും. അത് ഇൻട്രസ്റ്റ് ആയിരിക്കാം, പാഷൻ ആയിരിക്കാം, ക്യൂരിയോസിറ്റി ആയിരിക്കാം, ഓർ കൂടുതൽ പഠിക്കണം എന്നുള്ളത്. നേരത്തെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോളേജ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്, ചിലപ്പോൾ ടീച്ചിങ് ഫീൽഡിലേക്ക് പോവുക എന്നുള്ളത്, ഓർ റിയൽ വേൾഡിലുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ സോൾവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ. ഇങ്ങനെ പല റീസൺസ്, പല മോട്ടിവേഷൻ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു PhD വേണം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഫേസ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് എനി PhD ജേർണി എന്നുള്ളത്.
സോ ആ ഒരു ഡിസിഷൻ എടുത്താൽ നമ്മൾ അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ചൂസിങ് എ റിസർച്ച് ഏരിയ എന്നുള്ളതാണ്. നമ്മൾ ഒരു റിസർച്ച് ഏരിയ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മളൊരു ഡിസിഷൻ എടുത്തു PhD ചെയ്യണം എന്നുള്ളത്. ദെൻ നമ്മൾ ആ ഒരു ഏത് ഏരിയയിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഈ ഒരു PhD ജേർണിയുടെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ് എന്റെ ഏരിയ എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഉണ്ടാവും. വെദർ ഇറ്റ് ഈസ് ടൂറിസം, എക്കണോമിക്സ്, സൈക്കോളജി, എഡ്യൂക്കേഷൻ, ടെക്നോളജി, ഏതൊരു വിഷയമാവട്ടെ, ആ ഒരു ഏരിയ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഏരിയ, ഏത് ഏരിയയാണ് എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഏതൊരു പ്രശ്നത്തിനാണ് സൊല്യൂഷൻ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഓൾറെഡി ആ ഒരു ഏരിയയിലുള്ള എന്ത് ഗ്യാപ്പാണ് എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റഡി കൊണ്ട് പ്രാക്ടിക്കലി അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്. ഇങ്ങനെ പല കാര്യങ്ങളെയും അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റിസർച്ച് ഏരിയ ഓപ്റ്റ് ചെയ്യുന്നത്. ദെൻ ആദ്യം നമ്മൾ ആ ഡിസിഷൻ എടുത്തു. ദെൻ അടുത്തൊരു സ്റ്റേജിൽ നമ്മൾ നമ്മളുടെ റിസർച്ച് ഏരിയ ഏതാണെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു തേർഡ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് റിസർച്ച് പ്രൊപ്പോസൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്രിപ്പയറിംഗ് ദ റിസർച്ച് പ്രൊപ്പോസൽ. നമ്മളൊരു റിസർച്ച് പ്രൊപ്പോസൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തായിരിക്കും ഒരു റിസർച്ച് പ്രൊപ്പോസൽ എന്നുള്ളതിന്റെ മീനിങ്? അതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് റിസർച്ച് പ്രൊപ്പോസൽ? എന്തായിരിക്കും റിസർച്ചും റിസർച്ച് പ്രൊപ്പോസലും തമ്മിലുള്ള ഡിഫറൻസ്? അല്ലെങ്കിൽ ഒരു PhDയും റിസർച്ച് പ്രൊപ്പോസലും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഒരു റഫ് ഡ്രാഫ്റ്റ് എന്നുള്ളത് റിട്ടേൺ പ്ലാൻ ഫോർ ദി ഹോൾ റിസർച്ച്. നമ്മുടെ ഹോൾ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു റിട്ടേൺ പ്ലാൻ, ഒരു ബ്ലൂ പ്രിന്റ് എന്നൊക്കെ പറയുന്ന കാര്യമാണ് റിസർച്ച് പ്രൊപ്പോസൽ എന്നുള്ളത്. ഓക്കെ, റിസർച്ച് പ്രൊപ്പോസൽ എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള റിസർച്ചുകളൊക്കെ നോക്കിയിട്ട് എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, ആ ഒരു റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യാതെ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക, എന്ത് ഒബ്ജക്റ്റീവ് നമ്മൾ പഠിക്കണം, എന്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യണം. ബ്ലൂ പ്രിന്റ് ഓഫ് അവർ റിസർച്ച് സബ്മിറ്റഡ് ടു അവർ പ്രിഫേർഡ് സൂപ്പർവൈസേഴ്സ്. നമ്മൾ നമ്മുടെ സൂപ്പർവൈസർ സബ്മിറ്റ് ചെയ്യുന്ന നമ്മുടെ റിസർച്ചിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന പേരാണ് റിസർച്ച് പ്രൊപ്പോസൽ എന്നുള്ളത്. ഓക്കെ, റിസർച്ച് പ്രൊപ്പോസൽ എന്നുള്ളത് നമ്മുടെ റിസർച്ചിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിരിക്കും. നമ്മുടെ ഹോൾ സ്റ്റഡി, നമ്മുടെ ഈ ഒരു റിസർച്ച് ജേർണിയുടെ ഒരു ഹോൾ സ്റ്റഡിയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു സമ്മറൈസ് ചെയ്തിട്ടുള്ള വേർഷൻ ആണ് റിസർച്ച് പ്രൊപ്പോസൽ എന്നുള്ളത്. നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ഇന്ന ഗ്യാപ്പ് ഞാൻ ഐഡന്റിഫൈ ചെയ്തു, അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കുന്നതാണ് റിസർച്ച് പ്രൊപ്പോസൽ എന്നുള്ളത്. ഇതാണ് അടുത്തൊരു ഫേസ് ആയിട്ട് ഈ ഒരു PhD ജേർണിയുടെ ആയിട്ട് പറയാനുള്ളത്, പ്രിപ്പയറിംഗ് ദ റിസർച്ച് പ്രൊപ്പോസൽ എന്നുള്ളത്. ദെൻ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ഫേസ്, കോഴ്സ് വർക്ക് ആൻഡ് ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്നുള്ളത്. ഇതാണ് ഒരു ഫോർത്ത് ഫേസ് ആയിട്ട് PhD ജേർണിയുടെ, കോഴ്സ് വർക്ക് ആൻഡ് ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്നുള്ളതാണ്. നമ്മൾക്ക് PhDക്ക് അഡ്മിഷൻ എടുത്താൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് കോഴ്സ് വർക്ക് പീരീഡ് ആയിരിക്കും. ആദ്യത്തെ ഒരു 1 ഇയർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് PhD ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഒരു തറ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ് കോഴ്സ് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പിനകത്ത് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിനകത്ത് നമ്മൾ ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഇതിനകത്ത് നമ്മൾ ഒരു സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള നോളേജ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിയററ്റിക്കൽ ലേണിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, റിസർച്ച് ഡിസൈനെ കുറിച്ച് പഠിക്കുക, ടൂൾസ്, ടെക്നിക്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് എന്ന് പഠിക്കുക, റിസർച്ച് മെത്തഡോളജി, ട്രെയിനിങ്ങുകൾ, വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ RAC, DRC ഇങ്ങനെയുള്ള ഡിപ്പെൻസ് ഓൺ ദി യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇതാണ് അടുത്തൊരു ഫേസ്, കോഴ്സ് വർക്കിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്ന ഫേസ് എന്ന് പറയുന്നതാണ് കോഴ്സ് വർക്കിന്റെ ഈ ഒരു പീരീഡിലുള്ളത്. നമ്മൾ PhDക്ക് അഡ്മിഷൻ എടുത്ത് ആദ്യത്തെ ഒരു 1 ഇയർ, 6 months to 1 year എന്നുള്ള ഒരു പീരീഡ്, ഇറ്റ് വിൽ വേരി അക്കോർഡിംഗ് ടു ദി യൂണിവേഴ്സിറ്റി. ഓക്കെ, എന്തായാലും ഈ ഒരു പീരീഡിനകത്ത് ചെയ്യുന്നത് നമ്മളുടെ റിസർച്ചിനെ കുറിച്ച് നമ്മളുടെ ഒരു തറോ നോളേജ് ഉണ്ടായിരിക്കുക, നമ്മളുടെ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലുള്ള അടുത്തൊരു ഫേസ് ആണ് ഈ ഒരു കോഴ്സ് വർക്ക് പീരീഡ് എന്ന് പറയുന്ന ഈ ഒരു നെക്സ്റ്റ് പീരീഡ്. ഈ കോഴ്സ് വർക്ക് പീരീഡിന് ശേഷം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ റിസർച്ചിനെ കുറിച്ച് നമ്മളൊരു സ്ട്രക്ചറൈസ് ചെയ്തു, കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ആയി. ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ നേരെ ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് വർക്കിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. സോ ഫീൽഡ് വർക്കിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഏത് റിസർച്ച് ടൂൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ലൈക്ക് ക്വസ്റ്റ്യനെയർ ആണോ, ഇന്റർവ്യൂ ഷെഡ്യൂൾ ആണോ,
അതുപോലെ തന്നെ എക്സ്പെരിമെന്റുകളാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. സാമ്പിളിങ്, എന്ത് ടൈപ്പ് സാമ്പിളിങ് എടുക്കണം, എങ്ങനെ സാമ്പിൾസിനെ കണ്ടെത്തണം, പാർട്ടിസിപ്പൻസിനെ എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത്, ഇതൊന്നും ഞാൻ വിശദമായിട്ട് ഈ സെഷൻ്റെ അകത്ത് പറയുന്നില്ല. ഓൾറെഡി നിങ്ങൾ റിസർച്ച് മെത്തഡോളജി പഠിച്ച സമയത്ത് ഇതൊക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത്. സാമ്പിളിങ്, പ്രോബിലിറ്റി, നോൺ പ്രോബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ അങ്ങനെ നമ്മളുടെ പാർട്ടിസിപ്പൻസിനെ കണ്ടെത്തി ദെൻ അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക, പ്രൈമറി ഡാറ്റ ഓർ സെക്കൻഡറി ഡാറ്റ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡാറ്റ കളക്ഷൻ നടത്തുക എന്നുള്ളത്. ഈ ഒരു ഫേസ് ആണ് ഡാറ്റ കളക്ഷൻ ആൻഡ് ഫീൽഡ് വർക്ക് എന്നുള്ളത്. ബേസിക്കലി നമ്മൾ ഇത്രയും തിയററ്റിക്കൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിയൽ വേൾഡ് പ്രാക്ടീസിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ആൾക്കാരുടെ ഇടയിലേക്ക്, സോഷ്യൽ സയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഇത്രയും നമ്മൾ തിയററ്റിക്കൽ ആയിരുന്നു ചെയ്ത് റിസർച്ച് മെത്തഡോളജി ഡെവലപ്പ് ചെയ്യാണ്, റിസർച്ചിന്റെ ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യാണ്, ക്വസ്റ്റ്യനെയറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യായിരുന്നെങ്കിൽ ഈ ഒരു ജേണിയുടെ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്ക് നമ്മൾ ആൾക്കാരിലേക്ക് ഇറങ്ങിയിട്ട് ഡാറ്റ കളക്ഷനിൽ പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ സയൻസ് ഫീൽഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. എക്സ്പെരിമെന്റും കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുന്നതാണ് PhD ജേണിയുടെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, ഡാറ്റ കളക്ഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നതാണ് ഡാറ്റ അനാലിസിസ് ഓർ ഇന്റർപ്രിട്ടേഷൻ ഫേസ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഈ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പോവാണ് എന്നുള്ളത്. പ്രധാനമായിട്ടുള്ള സോഫ്റ്റ്വെയർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ്, സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ ഇതിനകത്താണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് SPS, RN, ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയറും ടൂൾസും ഒക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫേസ് ആണ് PhD ജേണിയുടെ അടുത്തായിട്ടുള്ള ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഫേസ് എന്നുള്ളത്. ബേസിക്കലി നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ഒരു മീനിങ് ഇൻസൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, ആ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻസൈറ്റ് ആയിട്ട് മാറ്റിയാണ്. ആൾക്കാർ തന്നിട്ടുള്ള റെസ്പോൺസിനെ പ്രീവിയസ് സ്ലൈഡ്, ഈ ഒരു സ്ലൈഡാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞു, ഫീൽഡ് വർക്കിലേക്ക് ഇറങ്ങി നമ്മൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം വി ആർ മൂവിങ് ടു ഡാറ്റ അനാലിസിസ് ഓർ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഫേസ് എന്നുള്ളത്. നമ്മൾ ഈ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യാണ്. അതിന് പല ടൂൾസും ടെക്നിക്സുകളും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ടൂൾസ് ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റയെ ഇന്റർപ്രിട്ടേഷൻ നടത്തുകയാണ്. ദെൻ ആ ഇന്റർപ്രിട്ടേഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. അതാണ് റൈറ്റിംഗ് ദ തിസീസ്. നമ്മൾ നമ്മളുടെ തിസീസ് റൈറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, മോസ്റ്റ് ചലഞ്ചിങ് ബട്ട് റിവാർഡിങ് സ്റ്റേജ് ആണ്. ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള, കാരണം ഇത്രയും ചെയ്തിട്ടുള്ള മൊത്തം കാര്യങ്ങളെ നമ്മൾ അതിനകത്ത് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ആക്കിയിരിക്കുന്നു. ഈ ചാപ്റ്റേഴ്സ് ലൈക്ക് ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ലിറ്ററേച്ചർ റിവ്യൂ, ഡിസ്കഷൻ, റിസൾട്ട്, കൺക്ലൂഷൻ, ഇംപ്ലിക്കേഷൻ, ഇമിറ്റേഷൻ, ഇങ്ങനെ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളുടെ തിസീസ് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ജേർണിയിലെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് വരുന്നത്, റൈറ്റിംഗ് ദ തിസീസ് എന്നുള്ളത്. ഈ ഒരു സ്റ്റേജ് കഴിയുന്നതോടുകൂടി നമ്മളുടെ കയ്യിൽ ഒരു തിസീസായി. ദെൻ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് പബ്ലിക്കേഷൻസ് ആൻഡ് കോൺഫറൻസ് എന്നുള്ളതാണ്. നമ്മൾ കുറെ റിസർച്ച് നടത്തുക എന്നുള്ളതിനേക്കാളും അപ്പുറത്തേക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ഈ ഒരു പബ്ലിക്കേഷൻ സ്റ്റേജ്. അല്ലെങ്കിൽ നമ്മളുടെ റിസർച്ച് ആർട്ടിക്കിളൊക്കെ പബ്ലിഷ് ചെയ്യാം. ആർട്ടിക്കിൾ ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ബുക്ക് ചാപ്റ്റേഴ്സ് ആയിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ കോൺഫറൻസുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാണ്, പേപ്പർ പ്രസന്റേഷൻ ഒക്കെ നടത്തുകയാണ് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിനകത്ത് വരുന്നത്, പബ്ലിക്കേഷൻസ് ആൻഡ് കോൺഫറൻസസ് എന്നുള്ളത്. അവിടെ നമ്മളുടെ നോളേജ് അല്ലെങ്കിൽ നമ്മളുടെ റിസർച്ചിനെ നമ്മൾ ഷെയർ ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള സ്കോളേഴ്സായിട്ട്, എക്സ്പെർട്ടീസായിട്ടൊക്കെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മളുടെ ഈ ഇതിനകത്ത് കുറെ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പബ്ലിക്കേഷൻസ് ആൻഡ് കോൺഫറൻസ് എന്നുള്ളത് മെയിൻലി ഫോർ നെറ്റ്വർക്കിംഗ് വിത്ത് സ്കോളേഴ്സ് ആൻഡ് എക്സ്പേർട്സ് ഇൻ ദ റിലേറ്റഡ് ഏരിയ. ആ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പേർട്ടുകളൊക്കെ ആയിട്ട് ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയെടുക്കുക, നമ്മളുടെ നോളേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക, പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിനകത്ത് വരുന്നത്. ദെൻ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സ്റ്റേജ്, തിസീസ് സബ്മിഷൻ ആൻഡ് ഡിഫൻസ് എന്നുള്ളതാണ്. ഓക്കെ, ഓൾറെഡി നമ്മളുടെ തിസീസ് ഒക്കെ എഴുതി കഴിഞ്ഞു, നമ്മളുടെ പബ്ലിക്കേഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു തിസീസ് സബ്മിറ്റ് ചെയ്യുക, വൈവ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പൺ ഡിഫൻസ് ഓർ വൈവ എന്നുള്ളതാണ് ഇതിന്റെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് വരുന്നത്. ഈ PhD ജേർണിയുടെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് വരുന്നതാണ് നമ്മൾ നമ്മളുടെ തിസീസ് സബ്മിറ്റ് ചെയ്യുക ആൻഡ് വൈവ ഫേസ് ചെയ്യുക എന്നുള്ളത്. പ്രധാനമായിട്ടും അതിനകത്തുള്ളത് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റോ കാര്യങ്ങളോ ആവശ്യമുണ്ടോ, നമ്മളുടെ ഇതിനകത്ത് പ്രീ സബ്മിഷനിലൊക്കെ നമുക്ക് അതറിയാൻ പറ്റും. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എന്തെങ്കിലും മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യുകയും നമ്മൾ നമ്മളുടെ ഓറൽ എക്സാമിനേഷൻ ആയിട്ടുള്ള വൈവ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ജേർണിക്കകത്ത് അടുത്തതായിട്ട് വരുന്നത്. ദെൻ ഏറ്റവും ലാസ്റ്റ് കാര്യമാണ്, എൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നതാണ് ബിക്കമിങ് ഡോക്ടർ എന്നുള്ളത്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ഈ ഒരു PhD ജേർണിയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആണ്. നേരത്തെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ എന്നുള്ള ആ ഒരു
ടൈറ്റിൽ പേരിന്റെ ഫ്രണ്ടിൽ വരാൻ വേണ്ടിയിട്ടാണ് PhD ചെയ്യുന്നത് എന്നുള്ളത് അതിന്റെ മോട്ടിവേഷൻ എന്നുള്ളത്. സോ ആ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും അവസാനം. അതോടുകൂടി നമ്മൾ ഒരു റിസർച്ചറായി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവറായി നോളജ് കോൺട്രിബ്യൂട്ടറായി അങ്ങനെ പല പേരുകളിൽ നിന്ന് ബേസിക്കലി നമ്മൾ ആരാണോ ആ ഒരു ഏരിയയിൽ നമ്മളൊരു എക്സ്പേർട്ട് എന്നുള്ളതിൽ ഒരു ഡോക്ടർ എന്നുള്ള ടൈറ്റിൽ അവാർഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഒരു റിസർച്ച് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി PhD ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ള സ്റ്റേജ് തൊട്ട് ഒരു ഡോക്ടർ ആവുന്നത് വരെയുള്ള ഒരു ജേണിയാണ് ബേസിക്കലി PhD ജേണി എന്ന് ഇൻ സിമ്പിൾ ടേംസ്. ആക്ച്വലി റിസർച്ച് എന്ന് പറയുന്നത് ഡോക്ടർ എന്ന ടൈറ്റിൽ അവാർഡ് ചെയ്തതിനു ശേഷം അപ്പുറത്തേക്ക് കൂടുതൽ കൂടുതൽ പബ്ലിക്കേഷനും പ്രസന്റേഷനും കോൺട്രിബ്യൂഷനും ഒക്കെ വരുന്ന ഒരു ജേണിയാണ്. ഇന്ന് നമ്മുടെ ഒരു സെനാരിയോയില് ഈ ഒരു PhD എടുക്കുക എന്നുള്ള PhD സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഡിസിഷൻ എടുത്തത് മുതൽ ഈ ഡോക്ടർ എന്നുള്ള ടൈറ്റിൽ അവാർഡ് ചെയ്യുന്ന വരെയുള്ള ആ ഒരു ജേണിയാണ് നമ്മുടെ ഇൻ സിമ്പിൾ ടേംസ് PhD ജേണി എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഒരു PhD ജേണിയുടെ ഒരു ക്രിസ്പായിട്ടുള്ള സമ്മറി മാത്രമാണ് വന്നിട്ടുള്ളത്. ഓരോ സ്റ്റേജും വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. എങ്ങനെയാണ് ഒരു നേരത്തെ പറഞ്ഞു പ്രപ്പോസലിന്റെ കാര്യം, എങ്ങനെയാണ് പ്രപ്പോസൽ ഉണ്ടാക്കുക, എങ്ങനെയാണ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുക, എങ്ങനെയാണ് ഡാറ്റ കളക്ഷൻ നടത്തുക, എങ്ങനെയാണ് പ്രീ സബ്മിഷൻ ഫേസ് ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാണ്ട് അതിന്റെ ഒരു ക്രക്സ് മാത്രമാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ നമുക്ക് അത്രയും ഡിസ്കസ് ചെയ്യാനുള്ള സമയമുള്ളൂ. സോ ഇതാണ് ബേസിക്കലി ഒരു PhD ജേണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിസർച്ച് സ്കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഏത് പാർട്ടിലാണ് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയി കിടക്കുന്നത്? റിസർച്ച് സ്കോളേഴ്സ് ഓൾറെഡി റിസർച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇതിൽ റിസർച്ചിന്റെ ഏതൊരു ഫേസിലാണ് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സ്റ്റക്കായി കിടക്കുന്നത്? ഏതൊരു ഫേസാണ്? അതൊന്ന് കമന്റ് ചെയ്യാവോ? അശ്വതി, ടു എന്നുള്ളത് റിസർച്ച് ഗ്യാപ്പ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത്. ദെൻ 2 ഉണ്ട്, 7 ഉണ്ട് പബ്ലിക്കേഷൻ എന്നുള്ളത്. പബ്ലിക്കേഷനോ കൃത്യമായിട്ടുള്ള ജേണൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ കുറെ കാര്യങ്ങൾ എഴുതുന്ന കാര്യങ്ങളൊന്നും ജേണലൊന്നും ആക്സെപ്റ്റ് ചെയ്യാതെ റിജക്ട് ചെയ്യുക എന്നുള്ളൊരു 1 ഉണ്ട്. ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുക എന്നുള്ള ഫേസിൽ, അതുപോലെ തന്നെ റൈറ്റിംഗ് പാർട്ടില് ഓക്കെ എങ്ങനെയാണ് നല്ലൊരു അക്കാഡമിക് റൈറ്റിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. സോ ഇങ്ങനെ റിസർച്ചിന്റെ പല സ്റ്റേജിലും സ്റ്റക്ക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരു റിസർച്ചർ. ഒരു ട്രൂ റിസർച്ചർ എന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒക്കെ ഫേസിൽ സ്റ്റക്ക് ആവുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്ത് സ്റ്റക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസർച്ച് പ്രോപ്പർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം റിസർച്ച് ആണോ അത് സ്റ്റക്ക് ആയിരിക്കും, അത് ഏതെങ്കിലുമൊക്കെ ഫേസിൽ അത് സ്റ്റക്ക് ആവും, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ചില സമയത്ത് നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂവിൽ നമ്മൾ സ്റ്റക്ക് ആവും, റിസർച്ച് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ സ്റ്റക്ക് ആവും. സോ ഇങ്ങനെ പല ഫേസിലും നമ്മൾ സ്റ്റക്ക് ആവുക എന്നുള്ളൊരു പ്രോബ്ലം നമ്മൾ ഏതോ റിസർച്ചിലും ഫേസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതിലേക്ക് നമ്മൾ വരാം. അടുത്ത എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ഗസ് ചെയ്യാവത് ഇന്ത്യയിൽ എത്ര PhD ഗ്രാജുവേറ്റ്സ് ഉണ്ട് ഇയർലി എന്നുള്ളത്? ഓൺ ആൻ ആവറേജ് ഏകദേശം എത്ര ആൾക്കാർ ഇന്ത്യയിൽ ഒരു വർഷം PhD കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും? തൗസൻഡ്. ഹക്കീം പറയുന്നു 1000 ആണെന്നുള്ളത്. 3000. ചുമ്മാ ഗസ്സാണ്, ഗസ് ചെയ്താൽ മതി. എക്സാക്ട് നമ്പർ അല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു ആവറേജ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതാണ്. ബിലോ 3000. ഓക്കെ, രാഗില പറയുന്നു ബിലോ 3000. ഒരു 3000-ൽ കുറവ് ആൾക്കാരൊക്കെയാണ് PhD ഗ്രാജുവേറ്റ്സ് ഉള്ളൂ എന്നുള്ളതാണ് രാഖില പറയുന്നത്. വേറെ ആരെങ്കിലും മറ്റെന്തെങ്കിലും ആൻസർ ഉണ്ടോ? അശ്വതി പറയുന്നു 24,000 എന്നുള്ളത്. ഓക്കെ, 24,000 എന്നുള്ളതാണ് ആവറേജ് ഓരോ വർഷം ഇന്ത്യയിൽ PhD ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത്. റീസെന്റ് OECD റിപ്പോർട്ട് അനുസരിച്ച് 24,000, 23 സംതിങ് ആണ്. ആ റിപ്പോർട്ട് അനുസരിച്ച് അറൌണ്ട് 24,000, 24,000 ആൾക്കാർ ഇന്ത്യയിൽ PhD ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് വേൾഡ് വൈഡ് ഇന്ത്യയിൽ
ഫോർത്ത് കൺട്രിയാണ്. ഏറ്റവും കൂടുതൽ PhD-കാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, PhD എൻറോൾമെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇത് ഞാൻ സബ്മിഷന്റെ കാര്യമാണ് പറഞ്ഞത്. 24,000ഓളം ആൾക്കാർ ഓരോ വർഷവും ഇന്ത്യയിൽ PhD ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ PhD ചെയ്യുന്ന 24,000 ആൾക്കാർ, മോർ ദാൻ 20,000 ആൾക്കാർ, ഇന്ത്യ അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമായിട്ട് പോലും ഓക്കെ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഗ്യാപ്പ് വരുന്നത്, അല്ലെങ്കിൽ ഇത്രത്തോളം ആൾക്കാർ PhD-യിൽ ഉണ്ടായിട്ടും PhD കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, അവിടെയാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള റോള് വരുന്നത് ക്വാളിറ്റി എന്നുള്ളത്. ക്വാളിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ക്വാളിറ്റി ജസ്റ്റ് ഒരു PhD ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു ക്വാളിറ്റി ഉള്ള വർക്കായിരിക്കണം നമ്മളുടെ വർക്ക്. നമ്മളുടെ PhD എന്ന് പറയുന്നത് ഈ 24,000-ൽ ഏതോ ഒരു PhD ആവാതെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിന് എന്തൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു കുറച്ച് PhD ജേണിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് സ്ട്രഗിൾസും കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഒരു PhD ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്ന കുറെ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഐസൊലേഷൻ, ഒരു ഒറ്റപ്പെട്ട അവസ്ഥ, അതുപോലെ തന്നെ ഗ്യാപ്പ്, മെന്റർഷിപ്പിന്റെ ആവശ്യം, അതുപോലെ തന്നെ കൊളാബറേറ്റ് ചെയ്യേണ്ട ആവശ്യം, ഫിനാൻഷ്യൽ പ്രഷർ, ദെൻ പബ്ലിക്കേഷൻ പ്രഷർ, മോട്ടിവേഷൻ ഇല്ലായ്മ, സൂപ്പർവൈസർ ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂ, ഇങ്ങനെ പല സ്ട്രഗിളും ഫേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ PhD-കാരും അവരുടെ PhD ജേർണി കംപ്ലീറ്റ് ആക്കുന്നത്. ഓക്കെ, ഇതിൽ ഒരുപാട് അതർ ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അതിനൊന്ന് സമ്മറി മാത്രമേ പറഞ്ഞുള്ളൂ. സോ ഇങ്ങനെയുള്ള എല്ലാ സ്ട്രഗിൾസും, ഈ സ്ട്രഗിൾസ് എല്ലാം കോമൺ ആണ് എന്നുള്ളതും, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ്, കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട്, കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ മുന്നിലുള്ള സ്ട്രഗിൾസിനെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു സ്ട്രഗിൾസ്, PhD ജേണിക്കകത്ത് സംഭവിക്കുന്ന സ്ട്രഗിൾസ് എന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള സ്ട്രഗിൾസ് എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാമെന്നുള്ളത്, അതിനുള്ള നമ്മളുടെ ഒരു സൊല്യൂഷൻ ആണ് ഐഫറിന്റെ റിസർച്ച് കണക്ട് എന്ന് പറയുന്ന ഈ ഒരു ഇനീഷ്യേറ്റീവ്. ഓക്കെ, അതിനെനിക്ക് ഐഫറിന്റെ റിസർച്ച് കണക്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി നമുക്കൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം. ഈ പ്ലാറ്റ്ഫോം PhD സ്കോളേഴ്സും റിസർച്ചിനെയും റിസർച്ച് ആസ്പിരൻസിനെയും, നേരത്തെ ആൾക്കാർ പറഞ്ഞു കൂടുതൽ ആൾക്കാർ PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുള്ളത്. സോ ഈ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു ഐഫറിന്റെ റിസർച്ച് കണക്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും റിസർച്ച് കണക്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക, അതിനകത്ത് ആവശ്യമായിട്ടുള്ള മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും തരിക എന്നുള്ളത്, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ സെഷൻസ്, വെബിനാർസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫറൻസ്, നെറ്റ്വർക്കിംഗ് ഇവന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അത് ഓർഗനൈസ് കൊടുക്കുക, അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് വർക്ക്ഷോപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്, കൊളാബറേറ്റീവ് ഇന്റർഡിസിപ്ലിൻ റിസർച്ച് ഫെസിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് എല്ലാം കൊടുക്കുക, ആൻഡ് ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് പബ്ലിക്കേഷൻ എത്തിക്സ്, ഇന്റഗ്രിറ്റി, ക്വാളിറ്റി, റിസർച്ച് ഡിസെമിനേഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഐഫർ റിസർച്ച് കണക്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസുകൾ, നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രഗിൾസ് നമ്മൾ ഈ ഒരു ജേണിയിൽ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, ഈ ജേണിയിൽ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഐഫർ റിസർച്ച് കണക്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. പ്രധാനമായിട്ടും റിസർച്ച് ആസ്പിരൻസിന്, ഓൾറെഡി റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക്, ഇപ്പൊ നിങ്ങൾ അധികം ആൾക്കാരും നെറ്റും JERF ഒക്കെ ക്ലിയർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും, PhD അഡ്മിഷൻ ക്ലിയർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അത് അവർക്ക് എങ്ങനെയാണ് PhD സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്, ഓൾറെഡി PhD-ക്ക് എൻറോൾ ചെയ്തിട്ടുള്ള PhD സ്കോളേഴ്സ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസിൽ PhD-ക്ക് എൻറോൾ ചെയ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന PhD സ്കോളേഴ്സിന്, അതുപോലെ തന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സിന്, സൂപ്പർവൈസേഴ്സിന്, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു ഐഫർ റിസർച്ച് കണക്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. പ്രധാനമായിട്ടും അതിൽ നമ്മൾ ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് ഓൺലൈൻ റിസർച്ച് സെഷൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ റിസർച്ച് സെഷൻസ് ആണ്. അത് ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് ജനറൽ PhD റിലേറ്റഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സബ്ജക്ട് സ്പെസിഫിക് ക്ലാസ്സുകൾ, ലൈക്ക് ലിറ്ററേച്ചർ റിവ്യൂവിനെ കുറിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രപ്പോസൽ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ക്ലാസ്സുകൾ ലോഞ്ച് ചെയ്യുക എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ മറ്റൊരു സർവീസ് എന്ന് പറയുന്നത് ഓൺ ഡിമാൻഡ് വീഡിയോ ലൈബ്രറി എന്നുള്ളതാണ്. റെക്കോർഡഡ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് സെഷൻസുകൾ അതുപോലെ തന്നെ അവൈലബിൾ ആയിരിക്കും. ഡിഫറെന്റ് ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
റെക്കോർഡ് സെഷൻസ് ലൈക്ക് കീ കൺസെപ്റ്റ്സ് ഇൻ റിസർച്ച്, അതുപോലെ തന്നെ റിസർച്ചിന്റെ ഡിഫറെന്റ് സ്റ്റേജിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഓൺ ഡിമാൻഡ് വീഡിയോ ലൈബ്രറി, ഏത് സമയത്തും എവിടെ നിന്നൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺ ഡിമാൻഡ് വീഡിയോ ലൈബ്രറി സർവീസുകൾ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പേർട്ട് ലെഡ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആണ്. നിങ്ങൾക്ക് വീക്കിലി എക്സ്പേർട്ടുകൾ നയിക്കുന്ന ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ ഈ ഒരു ഫേസിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, എന്തൊക്കെ ഡൗട്ടുകൾ ഉള്ളത്, അതിനെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള വീക്കിലി സെഷൻസ്, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും, അതുപോലെ തന്നെ PhDയുടെ മെന്റർഷിപ്പ് സർക്കിൾ എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. മെന്റർഷിപ്പ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് എന്നുള്ളത് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. സോ പിയർ ലേണിംഗ് സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്മാൾ ഗ്രൂപ്പ് മെന്ററിംഗ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു PhD മെന്റർഷിപ്പ് സർക്കിളും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ റിസർച്ച് പേപ്പർ ഡിസ്കഷൻ ക്ലബ്ബ് എന്നുള്ളതാണ് മറ്റേത്. എങ്ങനെയാണ് ഒരു റിസർച്ച് ആർട്ടിക്കിൾ വായിക്കേണ്ടത്, അല്ലെങ്കിൽ റിസർച്ച് പേപ്പർ എങ്ങനെയാണ് വായിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കരുത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് ക്ലബ്ബുകൾ, റിസർച്ച് പേപ്പർ ഡിസ്കഷൻ ക്ലബ്ബുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കളക്റ്റീവ് റീഡിങ്ങും ഐഡിയ എക്സ്ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം നമ്മൾ പറയുന്നത്. റിസർച്ച് സ്കിൽ ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടുള്ള കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസും ടെക്നിക്സുകളും ഒക്കെ ഉണ്ട് റിസർച്ചിനകത്ത് യൂസ് ചെയ്യുന്ന. സോ ഈ ടൂൾസും ടെക്നിക്സും ഒക്കെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് അറിയുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പുകളും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. ദെൻ മറ്റൊരു കാര്യമാണ് റിസർച്ച് സബ്മിറ്റ് എന്നുള്ളത്. ഈ മെമ്പേഴ്സിന് ഒരു കൊളാബറേറ്റ് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് സബ്മിറ്റുകൾ ഇതുപോലെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെയുള്ള ഇത്രയും സർവീസുകളാണ് നമ്മൾ ഐഫർ റിസർച്ച് കണക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. മെന്ററിങ്, മെന്റർഷിപ്പ് സർക്കിൾസ്, ഫാക്കൽറ്റീസും, അതുപോലെ തന്നെ ഓൾറെഡി PhD കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും. നേരത്തെ അനീഷ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു, കാശ്മീർ യൂണിവേഴ്സിറ്റി മുതൽ ഇവിടെ തിരുവനന്തപുരത്ത് കിടക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയിൽ വരെ ഐഫറിന്റെ അലൂമിനീസ് ഉണ്ട്. ഐഫറിന്റെ അലൂമിനീസ് പല സബ്ജക്റ്റുകളിലായിട്ട്, ഞാൻ ഉൾപ്പെടെ ഐഫറിന്റെ അലൂമിനീസ് പല സബ്ജക്റ്റുകളിലായിട്ട് ഓൾറെഡി PhD ചെയ്തുകൊണ്ടിരിക്കുന്നവരും PhD കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഇവരെല്ലാവരും കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യണം. അത് ഡിഫറെന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഇഷ്യൂസ്, മീറ്റിംഗ്സ്, ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. ടൂൾസിനെയും റൈറ്റിംഗ്സിനെ കുറിച്ചിട്ടുള്ള ഗൈഡൻസ് ഒക്കെ നമുക്ക് തരാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദെൻ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് നമ്മളുടെ റിസർച്ച് പേപ്പർ ഡിസ്കഷൻ എന്നുള്ളത്. എങ്ങനെ റിസർച്ച് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ നേരത്തെ കുറച്ച് ആൾക്കാർ പറഞ്ഞു റിസർച്ച് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാനാണ് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്, ഒരു ബാരിയർ ആയിട്ട്, ഒരു ചലഞ്ച് ആയിട്ട് വരുന്നത്. സോ എങ്ങനെയാണ് റിസർച്ച് ഗ്യാപ്പുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളുടെ ഈ ഒരു റിസർച്ച് പേപ്പർ ഡിസ്കഷൻ ക്ലബിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും. ദെൻ സ്കിൽ ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പ്, പ്രധാനമായിട്ടും സോഷ്യൽ സയൻസ് റിസർച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറെ ടൂൾസ്, നമ്പേഴ്സ് ആയിരിക്കും അതിനകത്തുള്ള ഡാറ്റ എന്ന് പറയുന്നത്. സോ ഈ ഡാറ്റേനെ എങ്ങനെ അനലൈസ് ചെയ്യാം, എന്തൊക്കെ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം, എക്സൽ ആവട്ടെ, SPS ആവട്ടെ, ആവട്ടെ, ഇങ്ങനെയുള്ള ടൂൾസുകൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഈ ടൂൾസിന്റെ പ്രാക്ടിക്കൽ സെഷൻസ് ആണ്. ദെൻ റെഫറൻസിന് യൂസ് ചെയ്യുന്ന പല ടൂൾസ് ഉണ്ട്, ലൈക്ക് സൊട്ടേറോ, മെന്റലി പോലുള്ള ടൂൾസ്. ഇതൊക്കെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വർക്ക്ഷോപ്പുകൾ അവൈലബിൾ ആയിരിക്കും. PhD സ്കോളേഴ്സ്, ഓൾറെഡി PhD അഡ്മിഷൻ എടുത്ത ആൾക്കാരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിനകത്തുള്ള ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പല കാര്യങ്ങൾ കോർഡിനേറ്റേഴ്സ് ആയിട്ടും, അതുപോലെ തന്നെ ലീഡേഴ്സ് ആയിട്ടും, സെഷൻ ഹോസ്റ്റ് ആയിട്ടും, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഒക്കെ ആയിട്ട്, പ്രൊജക്ട് ഹെഡ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള. കാരണം നിങ്ങൾക്കറിയാലോ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നെറ്റ് ചേർപ്പ് ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഐഫർ എന്നുള്ളത്. സോ ഐഫർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഐഫർ എന്നുള്ള ഈ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കൊളാബറേറ്റീവ് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ജോയിന്റ് ആയിട്ടുള്ള റിസർച്ചുകളും കേസ് സ്റ്റഡീസ്, സർവേ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ കോ ഓതർഷിപ്പ്, ആക്സസ് ടു എക്സ്പോർട്ട്, ഇൻഫർമേഷൻ നോട്ടിഫിക്കേഷൻ, കോൺഫറൻസ്, കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് കോൺഫറൻസ് എവിടെയാണ് നടക്കുന്നത്, വർക്ക്ഷോപ്പുകൾ എവിടെയാണ് നടക്കുന്നത്. സോ ഇതിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ട് ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ഐഫർ എന്നുള്ളതാണ്. ഐഫറിൽ ടീച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ തരാത്ത കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. ഐഫർ റിസർച്ച് കണക്ക് വിൽ നോട്ട് പ്രൊവൈഡ്, ഈ കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യൂല. ഈ കാര്യങ്ങൾ അതെന്തൊക്കെയാന്നുള്ളത്. ഫസ്റ്റ് ഒരു കാര്യം എന്നാൽ ഡു നോട്ട് റൈറ്റ് തിസീസ്, സിനോപ്സിസ്, ഡിസർട്ടേഷനോ റിസർച്ച് പേപ്പേഴ്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തിസീസ് എഴുതി തരൂല, സിനോപ്സിസ് എഴുതി തരൂല, ഡിസർട്ടേഷൻ എഴുതി തരൂല, റിസർച്ച് പേപ്പേഴ്സ് ഇതൊന്നും അറിയാലോ മറ്റൊരാളെ കൊണ്ട് എഴുതിക്കുക എന്നുള്ളത് അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണ്. സോ ഇങ്ങനെയുള്ള എഴുതി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്. ബട്ട് നമുക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും, നിങ്ങളെ മെന്റർഷിപ്പ് ചെയ്യാൻ പറ്റും.
സോ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അൺഎത്തിക്കൽ റിസർച്ച് പ്രാക്ടീസസ് ലൈക്ക് പ്ലാജിയറിസം, ഫേക്ക് പബ്ലിക്കേഷൻ, പ്രിഡേറ്ററി ജേണലി, ഇതൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യൂല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു ജേണൽ എടുക്കുകയാണെങ്കിലും അതിന്റെ ഒരു 4 പ്രിഡേറ്ററി ജേണലെങ്കിലും ഉണ്ടാവും. ഈ പ്രിഡേറ്ററി ജേണലിനകത്ത് പബ്ലിഷ് ചെയ്യുകയും അത് ഭയങ്കര സംഭവമായിട്ട് കൊണ്ടു നടക്കുന്ന കുറെ കേസുകൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, പ്രത്യേകിച്ച് അക്കാഡമിക് ഫീൽഡിലൊക്കെ. അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ജേർണിയിൽ യാതൊരു ബെനിഫിറ്റും ഇല്ലാത്ത കാര്യമാണ് ഇങ്ങനെയുള്ളത്. പ്രിഡേറ്ററി ജേണലിൽ പബ്ലിഷ് ചെയ്യുക, ഫേക്ക് പബ്ലിക്കേഷൻ നടത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സോ ഇതൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യൂല. അതുപോലെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ റോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസറിന്റെ റോളും നമ്മൾ റിപ്ലേസ് ചെയ്യൂല. യുവർ സൂപ്പർവൈസർ ഈസ് ആൾവേസ് യുവർ സൂപ്പർവൈസർ. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർമൽ സിസ്റ്റത്തിലൊന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ PhD അഡ്മിഷൻ ഗ്യാരണ്ടി, ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ അഡ്മിഷൻ മേടിച്ചു തരാം, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ സെറ്റ് ആക്കി തരാം എന്നുള്ള ഗ്യാരണ്ടി ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യൂല. അതിനുള്ള ഗൈഡൻസും മെന്റർഷിപ്പും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതാണ് ഐഫറിന്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങൾ. സോ ഇത്രയാണ് ഒരു PhD ജേർണി ആയിട്ട് ബന്ധപ്പെട്ടും ഐഫർ റിസർച്ച് കണക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. ഫസ്റ്റിലോ ഞാൻ ഇതിന്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൂടി ഞാനൊന്ന് പറയാം. ഓക്കെ, എന്നിട്ട് ഓക്കെ. കുറെ ഡൗട്ടുകൾ ഉണ്ടെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് ഡൗട്ടുകളൊന്ന് തീർക്കാൻ തോന്നുന്നു. ഫസ്റ്റ് ലാസ്റ്റ് രണ്ട് സ്ലൈഡ് ഒന്ന് എടുക്കുമോ? ഇതിലുണ്ടായിരുന്നോ? ഓക്കെ, ആ യാ യാ ദാറ്റ്സ് ഇറ്റ്. യാ ദ പ്രീവിയസ് വൺ നേരത്തെ കാണിച്ചതാണ്. ഇത് യെസ്, ദിസ് വൺ. സോ ഓൾമോസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള ലെവലിലാണ് ഫസ്റ്റിനോട് എടുക്കാൻ പറഞ്ഞത്. ഫസ്റ്റിൽ അങ്ങനെ തന്നെയാണ് എടുത്തത്. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ അറിയാത്ത ആളുകളുണ്ട്. ഓക്കെ, സോ ഫ്രം ദ സ്റ്റാർട്ടിംഗ് ഫേസിൽ, അതുകൊണ്ടാണ് PhD എന്നുൾപ്പെടെ ഉള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി ഫസ്റ്റിൽ പറഞ്ഞു എന്താണ് ഐഫർ റിസർച്ച് കണക്റ്റിന്റെ ഉദ്ദേശം, എന്തുകൊണ്ടാണ് ഐഫർ റിസർച്ച് കണക്ട് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഗ്യാപ്പ് ഉണ്ട്, അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഒന്നുകൂടി വളരെ സിമ്പിൾ ആയിട്ട് 3-4 പോയിന്റുകൾ പറയുകയാണെങ്കിൽ, ഒന്ന്, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വീക്കുകളിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് സെഷൻസ് ഉണ്ടായിരിക്കും. എക്സ്പേർട്ട് സെഷൻസ് ഓക്കെ, നല്ല മേ ബി സിനോപ്സിസ് റൈറ്റിംഗ്, ലിറ്ററേച്ചർ റിവ്യൂ പോലെയുള്ള എക്സ്പേർട്ട് സെഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇങ്ങനെയുള്ള എക്സ്പേർട്ടുകൾ ഫസ്റ്റിലൊക്കെ ഉൾപ്പെടെയുള്ള ഓക്കെ എക്സ്പേർട്ടുകൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, ക്വസ്റ്റ്യൻ മീൻസ് നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കുക എന്നുള്ള രീതിയിൽ കേട്ടോ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ വീക്കിലും. അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ്, അതായത് ഒരു വീക്കിൽ ഒരു എക്സ്പേർട്ടും ആയിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും, അടുത്ത വീക്കിൽ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആയിരിക്കും, അടുത്ത ഡേറ്റിൽ നെക്സ്റ്റ് എക്സ്പേർട്ട്, ഓൾ വീക്കിൽ ഉണ്ടാവുന്ന ഒരു പ്രോസസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ ആസ്പെക്ട്, നിങ്ങൾ ഏത് PhD അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റികളിലുമുള്ള മെജോറിറ്റി ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലുള്ള എയ്ഫറേറ്റ്സ് ആയിട്ടുള്ള ഒരു കണക്ഷനും ഓൾറെഡി PhD ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള കണക്ഷൻ ആയിരിക്കും. മൂന്നാമത്തേത് ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു 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 ഇൻഫോർമൽ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ഓക്കെ, ഇൻഫോർമൽ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. കാരണം പറഞ്ഞു നമ്മളൊരു ലോൺലിനെസ് ഫീൽ ചെയ്യും, പലപ്പോഴും അതിലേക്ക് സഹായിക്കുക എന്നുള്ളതല്ല, ഒരു ലിസ്ണിംഗ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക PhD തന്നെ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും. ഓക്കെ, PhD തന്നെ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും. ഇപ്പം നമ്മുടെ എയ്ഫറിലെ ആളുകൾ ഉണ്ടെങ്കിൽ അറിയാം, എയ്ഫറിലെ മദർ ഗ്രൂപ്പ് ഒക്കെ എഫക്റ്റീവ് ആയ പോലെ. അപ്പോൾ അവരുടെ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് ഉദ്ദേശിക്കുന്നത്. അവസാനമായിട്ട് ഫസ്റ്റ് പറഞ്ഞൊരു സാധനം, നമുക്കറിയാം PhDയിൽ JRF കിട്ടാത്ത ആളുകൾ ഇപ്പോൾ ഏറ്റവും നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ മഹാരാജാസിൽ പോയ സമയത്തും എറണാകുളത്ത് പോയ സമയത്തൊക്കെ ഒരുപാട് ഇഫറേറ്റ്സിനെ കണ്ടപ്പം ഫെലോഷിപ്പ് പല യൂണിവേഴ്സിറ്റികളും പല കോളേജുകളിലും കൊടുക്കുന്നില്ല. അപ്പോൾ JRF കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്കേ കിട്ടുള്ളൂ. നമുക്കറിയാം ഫെലോഷിപ്പുകൾ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ പലപ്പോഴും കുറവായിട്ട് വരുന്നുണ്ട്. അപ്പം ആ സമയത്തെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് പലരും പറയാറുണ്ട്. അപ്പം ആവശ്യമുള്ള ആളുകൾക്ക് പോസിബിൾ ആവുന്നതിനനുസരിച്ച് ഒരു ഷ്യൂരിറ്റി എന്നുള്ള രീതിയിലല്ല പറയുന്നത്, പോസിബിൾ ആവുന്നതിനനുസരിച്ച് എയ്ഫറിൽ ടീച്ചിങ് ഓപ്ഷൻസും ഉണ്ടായിരിക്കും. വീണ്ടും പറയുന്നു, ആവശ്യമുള്ള ആളുകൾക്ക് മാത്രം. ചില ആളുകൾക്ക് നല്ല JRF ഉള്ള അതിൽ തന്നെ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ തന്നെ പോകണം എന്നാണ് ഞാൻ പറയാം. പക്ഷേ ഒരുപാട് ആളുകൾ എയ്ഫറേറ്റ്സ് ഉൾപ്പെടെ അറിയാം വേറെ ഓപ്ഷനൊന്നുമില്ല, സൈഡിൽ കൂടെ വേറെ ജോലി ചെയ്യേണ്ട, ഓക്കെ വേറെ ആസ്പെക്റ്റിലേക്ക് ചെയ്യേണ്ട. അതേസമയം ചിലരൊക്കെ JRFന് പ്രിപ്പയർ ചെയ്യുന്ന ഓക്കെ ആസ്പെക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചെറിയൊരു ഇൻകം ഏണിങ്ങിനുള്ള ഒരു സോഴ്സും പ്രൊവൈഡഡ് എയ്ഫറിന്റെ ഗ്രോത്ത് എക്സ്പാൻഷൻ അനുസരിച്ച്. ഓക്കെ, ഒരു ഗ്യാരണ്ടി ആയിട്ടല്ല പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന നന്നായിട്ട് ഇത് ചെയ്യുന്ന ആളുകളാണെങ്കിലും, കാരണം ഞാൻ അതും ഒരു പ്രശ്നമാണല്ലോ. ഓക്കെ, നിങ്ങളൊരു ഫെലോഷിപ്പ് കിട്ടിയിട്ട് തന്നെ PhD ചെയ്യാൻ എല്ലാവരെ കൊണ്ടും പറ്റില്ല. സോ അതും നമ്മൾ ഐഫർ റിസർച്ച് കണക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പ്രൊഫഷനായിട്ട് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ദ തിങ് ഈസ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വി വാണ്ട് സീരിയസ് കാൻഡിഡേറ്റ്സ് ആൻഡ് ദിസ് ഈസ് എ സീരിയസ് തിങ്സ്. ആൻഡ് ഫസ്റ്റിൽ പറഞ്ഞ പോലെ നത്തിങ് അൺഎത്തിക്കൽ വിൽ ബി പ്രൊമോട്ടഡ് ദർ.
മൊത്തം സിനോപ്സിസ് എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ മൊത്തം പ്രപ്പോസൽ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. പൈസ കൊടുത്താൽ നിങ്ങളെ പരിചയത്തിലുണ്ടായിരിക്കും. പരിചയത്തിൽ എന്നല്ല, ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാണ്. നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതല്ല. എയ്ഫറിന് പരിചയമുള്ള ആളുകളാണെങ്കിൽ എല്ലാ കാലത്തും എത്തിക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, എയ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസും എയ്ഫറിന്റെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ല. അതായത് സാറേ ആ സിനോപ്സിസ് ഒന്ന് എഴുതി തരോ, ഇതൊന്ന് എഴുതി തരോ, അതൊന്ന് എഴുതി തരോ, ഇതൊന്നും ഉണ്ടാവില്ല. ഡെഫിനറ്റ്ലി റിവ്യൂ ചെയ്യാൻ പറ്റുന്ന നമ്മൾ റിവ്യൂ ചെയ്ത് തരുമായിരിക്കും. നമ്മൾ ഒപ്പീനിയൻ പറഞ്ഞു തരുമായിരിക്കും. ഏതെങ്കിലും സ്റ്റേജിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡിസ്കഷൻ നമ്മൾ നടത്തുമായിരിക്കും. ഒന്നും മൈൻഡ് ചെയ്യൂല എന്നല്ല. ഓക്കെ ഓക്കെ, നിങ്ങളെ റിസർച്ച് ആയിട്ട് തന്നെ ആയിരിക്കും ഓക്കെ ചെയ്യുക. ഓക്കെ, നിങ്ങൾ റിസർച്ച് ആയിട്ട് തന്നെ ആയിരിക്കും ചെയ്യുക. ഞാൻ അങ്ങനെ പറയാൻ കാരണം ചിലരും ചിലപ്പോൾ അത് എക്സ്പെക്ട് ചെയ്ത് മാർക്കറ്റ് കുറേ ആളുകൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുള്ളതുകൊണ്ട് സാറിൻ്റെ എഴുതി കൊണ്ട പൈസ ഒന്നും പ്രശ്നമില്ല എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആൻഡ് ടുവാർഡ്സ് ആൻഡ് ഓക്കെ, നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് QR കോഡ് ആക്കാം. ആൻഡ് വി വാണ്ട് സീരിയസ് ആസ്പിറൻസ്. ഓക്കെ, എന്തുകൊണ്ടാണ് സീരിയസ് ആസ്പിറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെയാണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു അടിപൊളി കമ്മ്യൂണിറ്റിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈവൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് PhD കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നമ്മൾ ഡിഫറെൻറ്റ് കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് നമ്മൾ ലിങ്കുകൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊളാബറേഷൻ ആസ്പെക്റ്റുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലും അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് വിൽ ബി പ്രൊവൈഡഡ് ആസ് എ കോഴ്സ്. ഇതൊരു കോഴ്സ് ആയിട്ടാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കോഴ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വി വിൽ ഹാവ് ടു കണ്ടക്ട് എ ലോട്ട് ഓഫ് വർക്ക്ഷോപ്സ് ആൻഡ് ലോട്ട് ഓഫ് ഫാക്കൽറ്റീസ് ആൻഡ് വി ഹാവ് ഓൺലി സീരിയസ് ആസ്പിറൻസ്. വി നീഡ് ഓൺലി സീരിയസ് ആസ്പിറൻസ് ആൻഡ് വി വാണ്ട് ടു ക്രിയേറ്റ് ഇമ്പാക്ട്സ്. ഓക്കെ, എന്നുള്ളത് കൊണ്ട് തന്നെ ദിസ് ഈസ് എ പെയ്ഡ് കോഴ്സ്. ഓക്കെ, ദ ഹോൾ എയ്ഫർ റിസർച്ച് കണക്ട് ഈസ് എ പെയ്ഡ് കോഴ്സ്. അതിന് വരുന്ന ഫീ എന്ന് പറയുന്നത് ഓക്കെ, ഇനീഷ്യൽ ബാച്ച് ആയതുകൊണ്ട് നമ്മൾ ഇനീഷ്യലി നമ്മൾ കണ്ടിട്ടുള്ള ഫീ ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു 1 or 2 വീക്സിൽ 6,000 എന്നുള്ളതാണ് നമ്മൾ ഈ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു സ്റ്റാർട്ടിംഗ് ബാച്ച് ആയതുകൊണ്ട് എർലി ബേർഡ് ഓഫർ എന്നുള്ള രീതിയിൽ അറൗണ്ട് 25% ഡിസ്കൗണ്ടോട് കൂടി പബ്ലിക്കിന് നമ്മൾ കൊടുക്കുന്നത് 4,500-നും അതുപോലെ തന്നെ എയ്ഫറേറ്റ്സിന് 40% ഡിസ്കൗണ്ടിൽ 3,500 എന്നുള്ള ഒരു എമൗണ്ടിലാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, റിസർച്ച് കണക്ട് ഗ്രൂപ്പിൽ അതിൻ്റെ ഫർദർ ക്ലാരിറ്റി തരുന്നതായിരിക്കും. ഞാൻ കൂടുതൽ അങ്ങനെ നമ്മൾ ഒരിക്കലും ഫീനെ കുറിച്ച് അധികം ഡിസ്കഷൻ വരുന്നില്ല. ഒരു ഇനീഷ്യലി ഒരു ഫസ്റ്റ് ബാച്ചും ഫസ്റ്റ് ആസ്പെക്റ്റും ആയതുകൊണ്ട്. ആൻഡ് ആസ് ഓഫ് നൗ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നാളെ തൊട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ അറൗണ്ട് റിസർച്ചിനെ സഹായിക്കുന്ന 20ഓളം റെക്കോർഡഡ് സെഷൻസ് ഓൾറെഡി നമ്മൾ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ ആപ്പിൽ റിസർച്ച് കണക്റ്റിൽ ഫ്രം ദ ബേസ് നമ്മൾ അവൈലബിൾ ആണ്. കൂടുതൽ ലൈവുകൾ നമ്മൾ വരുന്ന ആഴ്ച ഡിസംബർ 8, 10 തീയതികളൊക്കെ ആയിരിക്കും റെഗുലർ ലൈവുകൾ തുടങ്ങുക. പക്ഷേ നിങ്ങൾക്കുള്ള ഗൈഡൻസ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരിക്കും. ഓൾറെഡി റെക്കോർഡിങ്സും ഉണ്ടായിരിക്കും. ഇതാണ് ഈ ഒരു റിസർച്ച് കണക്ട് എന്നുള്ള കോഴ്സിനെ കൊണ്ട് പറയാനുള്ളത്. ആൻഡ് ഫസ്റ്റ് ക്യാൻ യു ടേക്ക് ദ പ്രീവിയസ് സ്ലൈഡ്. ഓക്കെ, ഇതോടൊപ്പം തന്നെ ഉള്ള ഒരു ആസ്പെക്റ്റിലേക്കുള്ള ഒരു സംഭവം, ഇതെങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടാവുക ചോദിച്ചാൽ, ഇത് നമ്മളെ നെറ്റ് കോച്ചിങ് ഒക്കെ പോലെ 6 മാസത്തെ കോഴ്സ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലായിരിക്കില്ല ഇത് ഉണ്ടാവുക. ഓക്കെ, ഇതൊരു 3 month കോഴ്സ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കായിരിക്കും. ഏത് സമയത്തും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ടാണ് ഈ ഒരു തുടങ്ങുക എന്നുള്ളൊരു ഡേറ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഇതിന് തുടങ്ങുന്ന ഒരു ഡേറ്റ് ഇല്ല. ഏതൊരാൾക്കും ഏത് സമയത്തും ജോയിൻ ചെയ്യാവുന്നതാണ്. 3 months ആയിട്ടായിരിക്കും കോഴ്സ് ഉണ്ടാവുക. ഓക്കെ, ഈ 3 monthsൽ എന്തുണ്ടാവും നിങ്ങൾക്ക് പറയാവുന്ന പോലെ ഓക്കെ, ഏകദേശം 10ലധികം എക്സ്പേർട്ട് സെഷൻ, 10ലധികം ഡിസ്കഷൻസും മെൻറ്ററിങ്ങും സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. സോ അഥവാ അടുത്ത 3 months കൊണ്ട് നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ PhD ഫർദർ ആസ്പെക്റ്റിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമൽ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് പിന്നീട് നെക്സ്റ്റ് 1 month 2 month 3 month റിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നീട് കാരണം ചിലപ്പോൾ നമുക്ക് PhDയുടെ ആവശ്യം വരെ ചിലപ്പം പിന്നീടുള്ള 2 മാസത്തിനുള്ളിൽ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. ഓക്കെ, ആ ഒരു മോഡലായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഫീ എന്ന് പറയുന്നത് ഒരു 3 month കോഴ്സിൻ്റെ ഒരു ഫീ എന്നുള്ളതാണ്. അതിനുശേഷം ദ വിൽ ബി ഓക്കെ, ആ ഫീനേക്കാളേറെ കുറവായിട്ടുള്ളൊരു എമൗണ്ടിൽ ഓക്കെ റിന്യൂവൽ ഓപ്ഷൻ ഉണ്ടാവും. ആവശ്യമുള്ള ആളുകൾക്ക് റിന്യൂവൽ ഓപ്ഷൻ ഉണ്ടാവാവുന്നതാണ്. റിന്യൂവൽ ഓപ്ഷനിലായിരിക്കും ലൈവ് സെഷൻസ്, റെക്കോർഡഡ് മൊഡ്യൂൾസ്, മെന്റർഷിപ്പ്, ബാക്കിയുള്ള പ്രോസസ്സുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. നാളെ തൊട്ട് തന്നെ അതിൻ്റെ അഡ്മിഷൻ പോസിബിൾ ആണ്. ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് ക്ലാരിറ്റി തരുന്നതായിരിക്കും. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഐ വിൽ ഗീവ് എ ക്ലാരിറ്റി. ആൻഡ് ഐ വിൽ ബി വൈൻഡിങ് അപ്പ്. ഫസ്റ്റിൽ കുറച്ച് നേരം കൂടി ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ റിഗാർഡിങ് ദിസ് കോഴ്സുമായിട്ടുള്ള ഡൗട്ട് ഐ വിൽ ബി ക്ലാരിഫൈങ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ദ തിങ് ഈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്പേർട്ട് സെഷൻ ആൻഡ് എയ്ഫറേറ്റ്സിൻ്റെ അലുമിനിയുടെ യൂസേജ് എന്ന് പറയുന്നത്, ഇൻഫോർമൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, വീക്ക്ലി എക്സ്പേർട്ട് സെഷൻ, ആൾട്ടർനേറ്റീവ് വീക്ക്ലി എക്സ്പേർട്ട് സെഷൻ, ആൾട്ടർനേറ്റീവ് വീക്ക്ലി ഡൗട്ട് ക്ലിയറിംഗ് ആൻഡ് ഓൾസോ ദ കംപ്ലീറ്റ് റെക്കോർഡിങ്സ് എന്നുള്ളതാണ്. ഫീ ഞാൻ പറഞ്ഞു ആസ് ഓഫ് നൗ നമ്മുടെ ഇതിൻ്റെ ഫീ 6,000 ആണ്. ആസ് എ സ്റ്റാർട്ടിംഗ് ഓഫർ എന്നുള്ള രീതിയിൽ, എർലി ബേർഡ് ഓഫർ എന്നുള്ള രീതിയിൽ, ഐ മീൻ എനിക്ക് തോന്നുന്നു ഡിസംബർ 10 വരെയൊക്കെ ആയിട്ട് നമ്മളിത് കൊടുക്കുന്നത് ഫോർ ദ ജനറൽ പബ്ലിക് ഓക്കെ ഇസ് 4,500 ആണ്. 25% ഓഫറിലാണ്. ബട്ട് ഫോർ എയ്ഫറേറ്റ്സ് 40%
ഓഫറിലാണ് കൊടുക്കുന്നത്. ഇറ്റ്സ് അറൌണ്ട് 3,500. ഓക്കെ, ഇഫ് റേറ്റ്സിന് ഇപ്പം മാത്രം അത് 3,500 ആണ് കൊടുക്കുന്നത്. സോ കൂടുതൽ ക്ലാരിറ്റി അതിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ റിസർച്ച് കണക്ട് ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ദെൻ എനി മോർ ഡൗട്ട്സ്? ഒരു കാര്യം കൂടി നിഷാന മാഡം ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കീപ് പറയും അവിടെ റിസർച്ച് ടോപ്പിക് റെലവെന്റ് അല്ലാന്ന് തോന്നുന്ന ഒരു ഫീൽ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ച് ജസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ബേസിക്കലി നമ്മുടെ റിസർച്ചിന് സപ്പോർട്ട് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് തിയറീസോ റിസർച്ച് ആർട്ടിക്കിൾസോ അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 ആർട്ടിക്കിൾസ് എങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് കൺസെപ്റ്റ് എന്നുള്ള കുറെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിന് നമ്മളുടെ റെലവൻസ് എന്ന് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തിയറീസും റിസർച്ച് ആർട്ടിക്കിൾസും ഒക്കെ അവൈലബിൾ ആണ്. ഓൾറെഡി ലിറ്ററേച്ചേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്ക് റെലവെന്റ് ആണ്. അതിനെക്കുറിച്ച് യാതൊരു കൺഫ്യൂഷനും വേണ്ട. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ ഐഡിയനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റിസർച്ച് ആർട്ടിക്കിൾസും അതുപോലെ തന്നെ തിയറീസ് മോഡൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്ക് റെലവെന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ടൈം ഫ്രെയിമിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. നമ്മളുടെ ഈ ഒരു PhD സമയത്തിനുള്ളിൽ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ദെൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും അതിന് സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള ലിറ്ററേച്ചറും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ ടോപ്പിക്ക് റെലവെന്റ് ആണ്. അതിനെക്കുറിച്ച് യാതൊരു കൺഫ്യൂഷനോ വറിയോ ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ പ്രപ്പോസൽ റൈറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിലുള്ളൊരു ഡൗട്ട്, വി ഹാവ് റെക്കോർഡ് സെഷൻസിൽ 3 monthsന്റെ ഒരു പ്രൊവിഷൻ ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ചെറിയ ഒരു റിനോവൽ ആസ്പെക്റ്റിലേക്കായിരിക്കും പിന്നെ ഇതൊരു കണ്ടിന്യൂയിങ് പ്രോസസ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, then there are some other doubts. Will there be support for preparation of research proposal, research topic select ചെയ്യാൻ സപ്പോർട്ട് ഉണ്ടാവുക? ഓക്കെ, ഫസ്റ്റ് ലൂ വിൽ ബി ആൻസറിങ്. സോ ഇത്രയാണ് കോഴ്സിനെ കുറിച്ചും ബാക്കിയുള്ള ഒരു ആസ്പെക്റ്റിനെ കുറിച്ചും പറയാനുള്ളത്. ഓൾമോസ്റ്റ് ക്ലാരിറ്റി ഉണ്ടായി എന്ന് കരുതുന്നു. നാളെ തൊട്ട് നമ്മളെ കോൺടാക്ട് നമ്പർ ബാക്കിയുള്ളതൊക്കെ ഗ്രൂപ്പിൽ റിസർച്ച് കണക്റ്റിന്റെ ഗ്രൂപ്പിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻ ദ മീൻ ടൈം എന്തെങ്കിലും ചാറ്റ് ബോക്സിൽ ഇടാം. ദെൻ എനി അതർ റിസർച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ലൂ വിൽ ബി ആൻസറിങ്. ഫസ്റ്റ് ലൂ യു ക്യാൻ മൂവ് ഓൺ. ഓക്കെ, ഓക്കെ സപ്പോർട്ട് ഫോർ പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് പ്രപ്പോസൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. കാരണം ഓൾറെഡി നമ്മൾ എങ്ങനെ ഒരു റിസർച്ച് പ്രപ്പോസൽ ചെയ്യണം എന്നുള്ളതിന്റെ ലൈവ് സെഷൻസും അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ റിസർച്ച് പ്രപ്പോസൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എക്സ്ട്രാ സെപ്പറേറ്റ് സെഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫീൽഡ് ഏതാണെന്ന് പറഞ്ഞ് അതിന് അവൈലബിൾ ആയിട്ടുള്ള ഓൾറെഡി റിസർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് തരാനുള്ള ഒരു ഫെസിലിറ്റീസും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. സോ അതിന് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. റിസർച്ച് പ്രപ്പോസലിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞായിരിക്കും റിസർച്ച് പ്രപ്പോസൽ നമ്മൾ എഴുതി തരില്ല. അതിനുള്ള ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ് തിങ്. റിസർച്ച് ടോപ്പിക്സ് റിസർച്ച് പ്രപ്പോസൽ പോലെ തന്നെയാണ്. റിസർച്ച് പ്രപ്പോസലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് റിസർച്ച് ടോപ്പിക് എന്നുള്ളത്. ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ അടുത്ത റിസർച്ച് പ്രപ്പോസൽ നമ്മൾ ഉണ്ടാക്കുന്നത്. റിസർച്ച് ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ള സപ്പോർട്ട് ഉണ്ടാവും. സബ്ജക്ട് വൈസ് ഗ്രൂപ്പ്സ് ഉണ്ടാവുമോ എന്നുള്ളത് സബ്ജക്ട് വൈസ് ഉള്ള ആൾക്കാരുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സബ്ജക്ട് വൈസ് ഉള്ള ഗ്രൂപ്പ് നമുക്ക് ആലോചിക്കാവുന്നതാണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നതിനെ കുറിച്ച് എന്ന് പറയുന്നത് നോർമലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളതിന്റെ ആ ഒരു വാല്യൂ ഉണ്ടല്ലോ. ആ ഒരു ഇത് നമ്മളുടെ റിസർച്ചിന്റെ ക്വാളിറ്റി എപ്പോഴും തീരുമാനിക്കുന്നത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ചെയ്തു എന്നുള്ളതിനേക്കാളും നിങ്ങളുടെ PhDയുടെ ഔട്ട്പുട്ട് എന്താണ്, എന്ത് പ്രോബ്ലം ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത്, എന്ത് റിസർച്ച് ഗ്യാപ്പാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത്, നിങ്ങൾ എങ്ങനെയാണ് ആ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്ത്, എന്താണ് നിങ്ങളുടെ ഔട്ട്പുട്ട് എന്നുള്ളതിനാണ്. നിങ്ങളുടെ ഔട്ട്പുട്ട്, നിങ്ങളുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്, ആ PhD കൊണ്ട് അതിന്റെ റെലവൻസ്, അതിന്റെ പ്രാക്ടിക്കാലിറ്റി, അപ്ലിക്കബിലിറ്റി, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ PhDനെ വാല്യൂ ചെയ്യുന്നത്. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ PhD ചെയ്ത് നിങ്ങൾക്ക് നല്ല പബ്ലിക്കേഷൻ ഉണ്ടോ, നല്ല രീതിയിൽ നിങ്ങളുടെ പ്രസന്റേഷൻ PhD ഒക്കെ നല്ല റെലവെന്റ് ആയിട്ടുള്ള സോഷ്യൽ ഇമ്പാക്റ്റ് ഒക്കെ ഉള്ള PhD ആണോ അല്ലേ എന്നുള്ളതിനനുസരിച്ചിരിക്കും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ PhDക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും വാല്യോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ PhDയുടെ ക്വാളിറ്റിയാണ് നിങ്ങളുടെ ഇതിനെ തീരുമാനിക്കുന്നത്, മോർ ദാൻ യുവർ യൂണിവേഴ്സിറ്റി. some ideas about selection of best universities in India. ഇന്ത്യയിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് അവിടുത്തെ അലുമിനീസിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അലുമിനീസ് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റാങ്കിങ് ഉണ്ടല്ലോ, NIRF പോലെയുള്ള റാങ്കിങ് ഫ്രെയിംവർക്ക് ഒക്കെ ചെക്ക് ചെയ്യുക, ഈ റാങ്കിങ് ഒക്കെ നോക്കുക. അതുപോലെ തന്നെ UGCയുടെ ലിസ്റ്റ് നോക്കുക, UGC ലിസ്റ്റിനകത്തൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണോ, ഇങ്ങനെയുള്ള കാര്യം മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ
അവിടുത്തെ ലിസ്റ്റുകളാണ്, അവിടുത്തെ റാങ്കും കാര്യങ്ങളൊക്കെയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ആ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് എങ്ങനെയാണ് വരുന്നത്, ദെൻ അവിടുത്തെ അലുമിനീസിന്റെ കാര്യങ്ങൾ അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് ഒരു പ്രോപ്പർ ഐഡിയ, ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടും. നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ അങ്ങനെ പല ക്രൈറ്റീരിയാസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി ആണോ അല്ലേ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രൊപ്പോസൽ റൈറ്റിംഗ് അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പ്രൊപ്പോസൽ റൈറ്റിംഗിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറയും. പ്രൊപ്പോസൽ റൈറ്റിംഗിനകത്ത് എന്തൊക്കെ പാർട്ട് ഉണ്ടാവും, ഇൻട്രൊഡക്ഷൻ എങ്ങനെ വേണം, ലിറ്ററേച്ചർ റിവ്യൂ എങ്ങനെ വേണം, മെത്തഡോളജി എങ്ങനെ വേണം, നിങ്ങളുടെ ടൈം ഫ്രെയിം എങ്ങനെയായിരിക്കണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്രൊപ്പോസലിനകത്ത് ബേസിക് ആയിട്ട് ഉണ്ടാവുന്നത്. കേരള ഏതൊരു യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾ PhDക്ക് അഡ്മിഷൻ എടുത്താൽ യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പ് ഉണ്ട്. ഓക്കെ, അത് ഡിപ്പെൻസ് ഓൺ ദി യൂണിവേഴ്സിറ്റി ആണ്. പക്ഷേ ഒരു ഫെലോഷിപ്പും ഇല്ലാതെ PhDക്ക് അഡ്മിഷൻ എടുക്കുന്ന ആൾക്കും യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പ് കിട്ടും. അത് 8,000, 10,000, ഈ 12,000 ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചാണ്. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിലും നമ്മൾ PhDക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു PhDയുടെ ഫെലോഷിപ്പ് അവൈലബിൾ ആയിരിക്കും. യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് കേട്ടോ, കോളേജുകളുടെ കാര്യമല്ല, യൂണിവേഴ്സിറ്റി. പാർട്ട് ടൈം PhD ഇഷ്യൂസ് ഇൻ കറണ്ട് സെനാരിയോ എന്നുള്ളത്. പാർട്ട് ടൈം PhD ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. PhD പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ എന്നുള്ളത് പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ടൈം ഫ്രെയിം ആണ്. ടൈം ഫ്രെയിം ഒരു കുറച്ച് നീണ്ടുപോകും പാർട്ട് ടൈം PhD ആണെന്നുണ്ടെങ്കിൽ. ഡിസ്റ്റൻസ് PhDക്ക് യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ ഫുൾ ടൈം PhDക്ക് മാത്രമാണ് ഫെലോഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഫുൾ ടൈം PhDക്ക്, ഡിസ്റ്റൻസ് PhD എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പാർട്ട് ടൈം ആയിരിക്കാം. പാർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ ഫെലോഷിപ്പ് അവൈലബിൾ ആയിരിക്കില്ല. ഫുൾ ടൈം PhDക്കാണ് ഫെലോഷിപ്പുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് PhDക്ക് ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. എന്റെ അറിവിൽ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിസ്റ്റൻസ് PhD എന്നുള്ളത് പാർട്ട് ടൈം PhD ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പാർട്ട് ടൈം PhD ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫെലോഷിപ്പ് അവൈലബിൾ അല്ല. ഫസ്റ്റ് ടോപ്പിക് ആണോ ഏരിയ ആണോ നോക്കട്ടെ. ഫസ്റ്റ് ഏരിയ ആണ് നോക്കേണ്ടത്. ഏരിയക്കാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ PhDക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർ നമ്മോട് ചോദിക്കുന്നത് PhDയുടെ ഏരിയ ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ആ ഏരിയയിൽ പിന്നെ നമ്മൾ ആ ഏരിയയായിട്ട് ബന്ധപ്പെട്ട് ലിറ്ററേച്ചർ ഒക്കെ സെർച്ച് ചെയ്ത് റിസർച്ച് ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ ടോപ്പിക്കിലേക്ക് എത്തുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ ഏരിയ ഏതാണ് എന്ന് സെലക്ട് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഞാൻ ആദ്യം ടൂറിസം ആണ് സെലക്ട് ചെയ്തത്. ഞാൻ ടൂറിസത്തിനകത്ത് എന്റെ ഫേവറേറ്റ്, എന്റെ ഇൻട്രസ്റ്റിംഗ്, എനിക്ക് ഒന്നുകൂടി മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ മാർക്കറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ടൂറിസം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ സെലക്ട് ചെയ്തു. ഞാൻ ടൂറിസം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏരിയക്കകത്തുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സോ അങ്ങനെയായിരിക്കും ജേണി. നിങ്ങളുടെ ടോപ്പിക്കിന്റെ മുന്നേ നമ്മൾ ആദ്യം ഏരിയ സെലക്ട് ചെയ്തിട്ട് then നമ്മൾ ടോപ്പിക്കിലേക്ക് എത്താണ് ചെയ്യുക. ഡിസംബർ വരെയുള്ള ഓഫർ ജോയിൻ ചെയ്യാനായിരുന്നു എന്നുള്ളത്. ഓഫറിന്റെ പീരീഡ് എങ്ങനെയാന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിനകത്ത് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റിലോ ആസ് ഓഫ് നോ നമ്മൾ ഡിസംബർ വരെ അതുള്ളൂ. നമ്മളൊരു സ്റ്റാർട്ടിംഗ് ഓഫർ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ബിക്കോസ് നമുക്കത് ലോങ് ടൈമിലേക്ക് വേബിൾ ആവില്ല. ഓക്കെ. ഓക്കെ, ജനറൽ കാറ്റഗറിക്ക് അവൈലബിൾ ആയ സ്കോളർഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് സെക്ഷൻ വെക്കുന്നതാണ് കേട്ടോ. JRF മാത്രമല്ല, ഒരുപാട് സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. ഏതൊക്കെ സ്കോളർഷിപ്പ് ആണ് എന്നുള്ളത് നമ്മൾ അതിന് സെഷനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം അത്രയും സ്കോളർഷിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട് അതിപ്പോൾ JRF ആവട്ടെ, NFSC ആവട്ടെ, NFOBC ആവട്ടെ, ഇനി ICSR ആവട്ടെ, ഇനി സയൻസ് റിലേറ്റഡ് ഒരുപാട് ഏത് സ്ട്രീമിലാണ് PhD ചെയ്യുന്നത് അനുസരിച്ച്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പല ഫെലോഷിപ്പുകളും ഉണ്ട്. സോ ഫെലോഷിപ്പുകൾ, സ്കോളർഷിപ്പുകൾ ഏതൊക്കെ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫുൾ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് PhD ആയിട്ട് ബന്ധപ്പെട്ട്, ഹൈപ്പർ റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ട്? ഗൈഡ് സെലക്ഷൻ എങ്ങനെയാ? ഗൈഡിന് സെലക്ട് എന്താ പറഞ്ഞത്? ഇല്ല ഗൈഡ് സെലക്ഷൻ എങ്ങനെയാന്നുള്ളത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗൈഡിനെ യൂണിവേഴ്സിറ്റി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ PhDക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി
DRC അല്ലെങ്കിൽ RSC മീറ്റിംഗ് കൂടിയിട്ടാണ് ഗൈഡിനെ സെലക്ട് ചെയ്യുന്നത്. ഗൈഡിനെ അവരാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മളുടെ ഗൈഡിന്റെ ഫോക്കസ് ഏരിയാസ് ഉണ്ടാവും. ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗൈഡിന്റെ റിസർച്ച് ഏരിയ, ഗൈഡിന്റെ ഇൻട്രസ്റ്റ് ഏരിയ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗൈഡിന്റെ അണ്ടറിലായിരിക്കും നമ്മൾ വരുന്നത്. സോ ആ ഒരു ഗൈഡ് എങ്ങനെയാണ്, ഗൈഡിന്റെ ക്വാളിറ്റി എന്താണ്, ഗൈഡിന്റെ പബ്ലിക്കേഷൻ എന്താണ്, ഗൈഡിന്റെ ഏരിയ ഏതാണ്, ഗൈഡിന്റെ എക്സ്പെർട്ടീസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ നമ്മളുടെ റിസർച്ച് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗൈഡിനെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ PhD അഡ്മിഷൻ എടുത്തിട്ടില്ല, ബട്ട് PhD ചെയ്യണം. അപ്പൊ ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റും? അത് തീർച്ചയായും പറ്റും. കാരണം PhD ചെയ്യുന്നതിന്റെ മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ PhD എങ്ങനെ ചെയ്യാം, ഒരു പ്രപ്പോസൽ എങ്ങനെ ഉണ്ടാക്കാം, ഒരു നല്ല ഗൈഡിനെ എങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോഴ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ആ കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും. റിസർച്ച് ഗൈഡ് യൂണിവേഴ്സിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ പ്രപ്പോസൽ റെഡി ആക്കണോ എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബേസിക്കലി ഒരു ഗൈഡിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഗൈഡ് ചോദിക്കും. നമ്മുടെ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ആരാണ്, എന്താണ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സോ ഗൈഡ് റിസർച്ചിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ഇന്ന ടോപ്പിക്കാണ്, ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത്. സോ ഗൈഡിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പിക്കാണ് നമ്മൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഫോർമാറ്റിൽ വേണം നമ്മൾ ഗൈഡിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് ഗൈഡിന് ഉണ്ടായിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഗൈഡിനെ കാണുന്നതിന് ഒഫീഷ്യലി എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആണ് നമ്മൾ ശരിക്കും നമ്മൾ പ്രപ്പോസൽ വെക്കേണ്ടത്. എങ്കിൽ പോലും നമ്മൾ ഗൈഡിനെ ഒന്ന് മീറ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ ഏത് ഏരിയയിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. PhD ഇന്റർവ്യൂ ടൈം ടോപ്പിക് ആണോ ഏരിയ ആണോ? PhDയുടെ ഇന്റർവ്യൂ ടൈമിൽ പ്രസന്റ് ചെയ്യുന്നത് ടോപ്പിക്കാണ്. എന്ത് ടോപ്പിക്കാണ് നിങ്ങൾ PhD ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്റർവ്യൂയുടെ ടൈമിൽ പ്രസന്റ് ചെയ്യേണ്ടത്. പക്ഷെ അവരതിനകത്ത് മെജോറിറ്റി ആയിട്ട് നോക്കുന്ന കാര്യം നമ്മളുടെ ഏരിയ ഏതാണ് എന്നുള്ളതാണ്. കാരണം ടോപ്പിക് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ആ എടുക്കുന്ന ടോപ്പിക് ആയിരിക്കുമല്ലോ നമ്മൾ PhD ചെയ്യുന്നത്. നമ്മൾ PhD അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററേച്ചർ ഒക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ടോപ്പിക്ക് ചേഞ്ച് ആവും. സോ ആ ടോപ്പിക്ക് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഏരിയ ആ ഒരു ഏരിയ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യലായിരിക്കും. സോ ഇന്റർവ്യൂയുടെ ടൈമിൽ ടോപ്പിക് ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നെറ്റ് ചേർപ്പുള്ളവർക്ക് മാത്രമാണോ എന്നുള്ളത്, നോർമലി അഡ്മിഷൻ എങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ പ്രിഫറൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ കേസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ JRF ഉള്ള ആൾക്കാർക്ക് പ്രിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. PhD അഡ്മിഷൻ UGC നെറ്റിൽ PhD അഡ്മിഷൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആർക്കും PhDയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആ ഇന്റർവ്യൂയുടെ നമ്മുടെ പെർഫോമൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവര് അഡ്മിഷൻ എടുക്കുന്നത്. അത് പിന്നെ നെറ്റ് JRF പോലുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ചില യൂണിവേഴ്സിറ്റികൾ കൊടുക്കാറുണ്ട്. അല്ല അവർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ എന്നുള്ളതല്ല. പക്ഷെ PhD അഡ്മിഷൻ എങ്കിലും വേണം. PhD അഡ്മിഷൻ എങ്കിലും ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം. നേരത്തെയൊക്കെ എൻട്രൻസ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിനാണെന്നുണ്ടെങ്കിൽ PG കംപ്ലീറ്റ് ആയാൽ മതി. പക്ഷെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ നിർത്തിയിട്ടാണ് ഈ UGCയുടെ PhD അഡ്മിഷൻ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നെറ്റോ JRF ഒന്നും ഇല്ലാതെ തന്നെ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇഗ്നോ PG എടുത്തവർക്ക് PhD ക്വാളിഫൈ ചെയ്താലും വാലിഡിറ്റി ഉണ്ടാവും. ഇഗ്നോയുടെ PG ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇഗ്നോയുടെ PG ആണ് എടുത്തിട്ടുള്ളത്. ഇഗ്നോയുടെ PG എടുത്ത് കഴിഞ്ഞതിന് ശേഷം, ഇഗ്നോയുടെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള PG എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെറ്റോ JRF ഒക്കെ ക്വാളിഫൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ, കാരണം അറിയാലോ ഇഗ്നോ എന്നുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്, ആ ഒരു വാല്യൂ തന്നെയാണ് എല്ലാത്തിനും ഉള്ളത്. എനി അതർ ക്വസ്റ്റ്യൻ? ടൈം വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ വളരെ കുറച്ച് മെയിൻ കാര്യം മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. Firstly, I think for the time being, okay, the doubt is over. നമുക്ക് ഏതായാലും എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുക. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ റിസർച്ച് ആസ്പെക്റ്റുകളുടെ കാര്യങ്ങൾ December 10 വരെയാണ് ഓഫർ. ബാക്കി കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഗ്രൂപ്പുകളിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാ ആഴ്ചയും എക്സ്പേർട്ട് സെഷനും അതിൽ ഡൗട്ട് ക്ലിയറൻസും ഓക്കെ, അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് നെക്സ്റ്റ് ആഴ്ചകളിൽ കംപ്ലീറ്റ് ഡൗട്ട് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഡൗട്ട് ക്വയറിക്ക് മാത്രമായിട്ടൊക്കെ ഉള്ള ഒരുപാട് സെഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി വിൽ ബി ഹാവിങ് എൻ അടിപൊളി കമ്മ്യൂണിറ്റി. ബിക്കോസ് PhD അടിപൊളിയായിട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് അടിപൊളി കമ്മ്യൂണിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റിയിലെ കമ്മ്യൂണിറ്റി, നല്ല ക്വാളിറ്റിയിലെ എക്സ്പേർട്സ്
ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, PhD ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം എയ്ഫറിൻ്റെ ഒരു നെറ്റ്വർക്ക്, എയ്ഫറിൻ്റെ ഒരു അലുമിനി സ്ട്രെങ്ത് എന്നുള്ളത്, അതെല്ലാം പരമാവധി യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ താങ്ക് യു, പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു. സോ അപ്പോൾ ഒരുപാട് സന്തോഷം, സ്നേഹം, പ്രാർത്ഥനകൾ. താങ്ക് യു.